ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആഴ്സ് വിത്ത് മൈഫിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പമുള്ളത് ഞങ്ങളുടെ റിസർച്ച് ഹെഡ് സൂരജ് സാറാണ്. സർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. ഏതായാലും കഴിഞ്ഞ ദിവസത്തെ ഒരു മാർക്കറ്റ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ തുടർച്ചയായ 7 ദിവസത്തിന് ശേഷം നഷ്ടത്തിൽ ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത് വിപണി. ഇന്ന് വിപണി ആരംഭിച്ചപ്പോൾ ഒരു പോസിറ്റീവ് നോട്ടിൽ ആരംഭിച്ചു, പക്ഷേ ഇപ്പോൾ ഒരു സമ്മിശ്ര പ്രതികരണത്തിലേക്ക് നീങ്ങുകയാണ്. നിഫ്റ്റി ഒരു നാമമാത്രമായ നേട്ടം രേഖപ്പെടുത്തുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ 200-ലധികം പോയിന്റുകളുടെ ഒരു ഇടിവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സർ, മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് നയതന്ത്ര നടപടികൾ കൂടുതൽ കടുപ്പിക്കുന്നു. അതിന്റെ ഒരു പ്രതിഫലനം എന്നോണം പാക് ഓഹരി വിപണികളിലൊക്കെ തന്നെ കനത്ത ഒരു തിരിച്ചടിയാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാനപ്പെട്ട സൂചികകളിലൊക്കെ തന്നെ 2% മുകളിലേക്കുള്ള ഒരു ഇടിവാണ് നമുക്ക് കാണാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ഈ ഒരു അറ്റാക്കിനെ പാകിസ്ഥാനും ആ ഒരു രീതിയിലേക്കാണ് കാണുന്നത്. നിക്ഷേപകർക്ക് വലിയ രീതിയിൽ പണം നഷ്ടമാകുന്നു. ഇന്ത്യയുടെ ഭാഗത്തു നിന്നും എന്തായാലും ഒരു വലിയ തിരിച്ചടി പാകിസ്ഥാനും പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ? ജാസ്മിൻ, എനിക്ക് തോന്നുന്നു ഇന്നലെ 2200 പോയിന്റ് എങ്ങാണ്ടാണ് കറാച്ചി സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതെ KC100 അല്ലെ, KC100 വീണതെന്നുള്ള. അതിന്റെ കൂടെ തന്നെ എനിക്ക് തോന്നുന്നു IMF ഇന്നലെ അവരുടെ ഗ്രോത്ത് ഫോർകാസ്റ്റ് ഡൗൺഗ്രേഡ് ചെയ്തു. എനിക്ക് തോന്നുന്നു 3.2% ഏതാണ്ട് 2.6% ആക്കി എന്നുള്ളതാണ്. അത് മാത്രമല്ല ADB അതെ കേട്ടോ, ADBയും 3.2% ഏതാണ്ട് 2.5%, 3.2 2.5 ആയിട്ട് ഡൗൺഗ്രേഡ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. കാര്യം നമ്മളിപ്പോൾ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പാകിസ്ഥാന്റെ എക്കണോമി എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യൻ എക്കണോമിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം, നമ്മുടെ പ്രേക്ഷകർക്കും അറിയാം. പാകിസ്ഥാൻ എക്കണോമി വളരെ മോശമായിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് കുറച്ച് റിക്കവർ ചെയ്തു എന്ന് പറയാം. എന്നാൽ അവരുടെ പൊസിഷൻ വളരെ വീക്കാണ്. അതായത് അവരുടെയൊക്കെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 2021 ഡേറ്റയാണ് പബ്ലിക്കായിട്ട് നമുക്കുള്ളത്. ഏതാണ്ട് $540 മില്യൺ അവർക്കുള്ളൂ. അതിന്റെ ഫോറക്സ് റിസർവിനെ കുറിച്ചാണ് പറഞ്ഞത്. $540 മില്യൺ. ഈ ഫോറക്സ് റിസർവ്സ് ഒരു രാജ്യം വെക്കുന്നത് എന്തിനാണെന്നറിയോ? പുറത്തുനിന്നുള്ള ഇമ്പോർട്ട് മീറ്റ് ചെയ്യാൻ. നമ്മളൊരു ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ പുറത്തുള്ള രാജ്യങ്ങളിൽ, അതിൽ നിന്ന് നമുക്ക് എത്ര നാളത്തേക്ക് മീറ്റ് ചെയ്യാൻ പറ്റും ഈ ഫോറിൻ എക്സ്ചേഞ്ച് ഉപയോഗിച്ച്. അതാണ് ആ ഫിഗർ എന്ന് പറയുന്നത്. 540 മില്യൺ എന്ന് പറഞ്ഞാൽ ഹാർഡ്ലി 2 മാസത്തെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള. അപ്പൊ അത്രയ്ക്കും മാത്രം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് അവർ ഏതാണ്ട് IMF നിന്ന് ബെയിൽ ഔട്ട് ചോദിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 24ാമത്തെ പ്രാവശ്യം. ലോകത്ത് ഒരു രാജ്യം ഇത്രയും ബെയിൽ ഔട്ട് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനത്തെ രീതിയിൽ ഒരു എക്കണോമിയാണ് നിൽക്കണമെന്ന് വെച്ചാൽ അതാണ് ഇപ്പോൾ എന്തെങ്കിലും ഒരു അൺടുവേർഡ് ഇൻസിഡന്റ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു സെക്യൂരിറ്റി ഡിഫൻസ് മേഖലയിൽ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ഫസ്റ്റ് കാഷ്വാലിറ്റി എന്ന് പറയുന്നത് പാകിസ്ഥാനി എക്കണോമി ആയിരിക്കും എന്നുള്ളതാണ്. ഒന്നാമതേ തന്നെ ഈ ഇൻഡസ് വാട്ടറിന്റെ ആ ട്രീറ്റി പിൻവലിച്ച് അബയൻസിൽ വെച്ചതോടുകൂടി തന്നെ എനിക്ക് തോന്നുന്നു പാകിസ്ഥാൻ വളരെ അഗ്രികൾച്ചറലി വലിയ കൺട്രി ആട്ടോ. അഗ്രികൾച്ചർ ഒരുപാട് ഇൻവോൾവ്മെന്റ് ഉള്ള കൺട്രി. ഏതാണ്ട് 80% ഓഫ് ദിയർ അഗ്രികൾച്ചർ മീറ്റ് ചെയ്തിരുന്നത് ഈ ഇൻഡസ് വാലി എന്നുള്ള വെള്ളം കൊണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് ഒരുപാട് ഇന്റേണൽ സിവിൽ അൺട്രസ്റ്റിന് കാരണമാവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാര്യം ഈ പറയുന്ന റിവേഴ്സ് എല്ലാം ഒറിജിനേറ്റ് ചെയ്യണത് ഇന്ത്യക്കാണ്. പക്ഷെ ഇന്ത്യയിൽ നിന്നുള്ള പാകിസ്ഥാനിലേക്കുള്ള ഒഴുക്ക് നമുക്ക് തടയാൻ പറ്റില്ല. കാര്യം അതൊരു നാച്ചുറൽ ഒഴുക്കാണ്. എങ്കിലും ഇന്ത്യക്ക് പല കാര്യങ്ങളും അതിനകത്ത് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാം. ഇപ്പൊ സാധാരണ നമ്മൾ ഇന്ത്യയിൽ നിന്നൊരു റിപ്പോർട്ടൊക്കെ കൊടുക്കാറുണ്ട്. അതായത് എത്ര ക്യൂബിക് മില്യൺ വാട്ടർ പോയി എന്നൊക്കെയുള്ള റിപ്പോർട്ട് നമ്മൾ അങ്ങോട്ട് ഷെയർ ചെയ്യാറുണ്ട്. ഇയർലി തന്നെ പാകിസ്ഥാൻ ഒഫീഷ്യൽസ് അത് ഓഡിറ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനത്തെയൊക്കെ ഒരു ബൈലാറ്ററൽ ആയിട്ടുള്ള ഒരു ഒരു എഗ്രിമെന്റിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇന്ത്യക്ക് ആ അബയൻസിൽ വെച്ചതോടുകൂടി എന്തും അവിടെ ചെയ്യാന്നായി. അതായത് വേണമെങ്കിൽ ഇത് കൺട്രോൾ ചെയ്യാം, ഡാമിൽ നിന്നുള്ള ഫ്ലോ കൺട്രോൾ ചെയ്യാം, ഡാം വേണമെങ്കിൽ അവർക്ക് പണിയാൻ പുതിയതായിട്ട്, അങ്ങനത്തെ ഒരു രീതിയിലേക്ക് വന്നു എന്നുള്ള കാര്യം വളരെ നമുക്ക് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ പാകിസ്ഥാനും ഇന്നലെ അവരുടെ ഒരു മീറ്റിംഗ് നടന്നു. നമ്മുടെ ഇവിടെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി മിനിങ്ങാന്ന് നടന്ന പോലെ തന്നെ ഇന്നലെ പാകിസ്ഥാനിൽ നടന്നു. ഏതാണ്ട് പോയിന്റ് ബൈ പോയിന്റ് റീബട്ടൽ എന്തൊക്കെ ഇന്ത്യ ചെയ്തോ അതേപോലെ, അതായത് ഡിപ്ലോമാറ്റിക് അറ്റാഷകളെ പിൻവലിക്കുക, അല്ലെങ്കിൽ ഇവിടുന്ന് സാർക്ക് വിസാസ് ക്യാൻസൽ ചെയ്യുക, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്തു. പക്ഷെ അതിനകത്തൊരു നമ്മളെ സംബന്ധിച്ച് അതിനകത്തൊരു ചേർത്ത് വെക്കേണ്ട കാര്യം, ഈ ഷിംല എഗ്രിമെന്റ് ഓഫ് കോഴ്സ്, അതായത് 1972 അങ്ങോട്ടാണ് നമ്മൾ സൈൻ ചെയ്യണത്. 1971 വാർ പാകിസ്ഥാൻ തോറ്റതിന് ശേഷം എനിക്കൊന്ന് സുൽഫിക്കർ അലി ഭുട്ടോയും ഇന്ദിരാഗാന്ധിയും കൂടെ ചേർന്ന് സൈൻ ചെയ്ത ഒരു അക്കോർഡാണ് ഈ ഷിംല അഗ്രിമെന്റ് എന്ന് പറയുന്നത്. അതോടുകൂടി നമ്മൾക്കിരിക്കുന്നു നമ്മൾ ഏതാണ്ട് 33,000 സ്ക്വയർ കിലോമീറ്റേഴ്സ് നമ്മൾ പാകിസ്ഥാന് തിരിച്ചു കൊടുത്തു. കാര്യം യുദ്ധം കഴിഞ്ഞപ്പോഴത്തേക്കും അതുകൂടെ ബംഗ്ലാദേശ് റെക്കഗ്നൈസ്ഡ് ആയി. ഇങ്ങനത്തേക്ക് ഇത് പ്രകാരമാണ് ഈ പറയുന്ന പോലെ 1972 ഈ എഗ്രിമെന്റ് നമ്മൾ സൈൻ ചെയ്തു. ആ എഗ്രിമെന്റ് അവരിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് മാറ്റി. അതായത് അവർ ആ എഗ്രിമെന്റിൽ പറയുന്നത് വെച്ചാൽ UN ചാർട്ടർ അനുസരിച്ചായിരിക്കും നമ്മൾ ഇനി രണ്ടുപേരും അങ്ങോട്ട് പോണേ. പീസ്ഫുൾ ആയിട്ടുള്ള നെഗോസിയേഷൻ ആയിരിക്കും. ലൈൻ ഓഫ് കൺട്രോളിനെ നമ്മൾ
ഈ പറയുന്ന പോലെ നമ്മൾ ബഹുമാനിക്കും, അതായിരിക്കും നമ്മുടെ ബോർഡർ. അത് മാത്രമല്ല നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അത് മ്യൂച്വലി ഡിസ്കസ് ചെയ്ത് പരിഹരിക്കും എന്നുള്ളതൊക്കെ കാര്യങ്ങളാണ് ഷിംല അഗ്രിമെന്റിൽ പറഞ്ഞു വെച്ചത്. ഇനി മുതൽ പാകിസ്ഥാൻ പറഞ്ഞത് ഞങ്ങൾ അതിനെ ഇനി അത് ഞങ്ങൾക്ക് ഇനി ബാധകമല്ല എന്നാണ്. ഏതാണ്ട് അവർ അതിനകത്തൊരു സർക്കാസമായിട്ട് പറയണമെങ്കിൽ അത് ഏതാണ്ട് അവർ പാലിച്ച പോലെയാണ്. അവർ ഇതുവരെ പാലിച്ച ഒരു രാജ്യം പോലും അല്ല എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. അതിപ്പോൾ പാർലമെന്റ് അറ്റാക്ക് ആയാലും ശരി, കാർഗിലിന്റെ സമയത്തായാലും ശരി, അതൊക്കെ വയലേറ്റ് ചെയ്തിട്ടാണല്ലോ ഇതൊക്കെ വന്നതെന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഇതിന്റെ പൊളിറ്റിക്സും രാഷ്ട്രീയവും ഒക്കെ നടക്കുന്നു. ഇത് ഹിസ്റ്ററിയാണ്, നമുക്കൊന്നും അതിനകത്ത് ഒരു സ്റ്റേക്കും ഇല്ല. കേൾക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് എന്നല്ല, ഒരു നോട്ടബിൾ ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ ഈ പാകിസ്ഥാൻ ഈ വക തീരുമാനങ്ങൾ എടുത്തല്ലോ ഇന്നലെ. അതിൽ ഓഫ് കോഴ്സ് നമ്മളാണെങ്കിൽ പാർട്ടീഷന്റെ സമയത്ത് എടുത്തതാണ് നമ്മളെടുത്ത് കളഞ്ഞത്. അതായത് പാർട്ടീഷൻ സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും 2 നേഷൻ തിയറി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ നേരത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന യൂണിഫൈഡ് ആയിട്ടുള്ള ഇന്ത്യയിലേക്കുള്ള വാട്ടറിനെ നമ്മൾ 2 കൺട്രി ആകുമ്പോൾ എങ്ങനെ ഡിവൈഡ് ചെയ്യണം എന്നുള്ളതാണ് ആ ഇൻഡസ് വാട്ടർ ട്രീറ്റ് ചെയ്യുന്നത്. അത് ഇന്ത്യ എടുത്ത് കളഞ്ഞത് അന്ന് പാർട്ടീഷൻ സമയത്ത് ഉണ്ടായിരുന്ന സാധനം. പാകിസ്ഥാൻ ഇപ്പോൾ എടുത്ത് കളഞ്ഞ ഷിംല അഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ 1971 വാറിന് ശേഷമുള്ള സാധനം. ഇപ്പം ഇതിനകത്ത് ഇന്നലെ പാകിസ്ഥാൻ എടുത്ത ഡിസിഷനിൽ നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ അവർ പാക് എയർ സ്പേസ് ക്ലോസ് ചെയ്തു. ഈ പാക് എയർ സ്പേസ് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ സൗദി അറേബ്യയിലേക്ക് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഇവിടുന്ന് പോകാൻ നേരത്ത് ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോൾ പാക് എയർ സ്പേസിന്റെ മുകളിൽ കൂടെയാണ് സൗദി അറേബ്യ പോയത്. നമ്മൾ ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സ് മിക്കതും അങ്ങനെയാണ് പോകുന്നത്. എന്നാൽ തിരിച്ചു വന്നത് ഈ ഒരു ഇമർജൻസി കാരണമാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ തിരിച്ചു വന്നതെന്നുള്ള. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ പാക് വഴി അല്ല വന്ന കാര്യം. അപ്പോഴത്തേക്കും റിലേഷൻഷിപ്പ് സ്ട്രെയിൻഡ് ആയി എന്നുള്ള കാര്യം, ആ ബാഡ് ന്യൂസ് വന്നതോടുകൂടി അങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുത്തില്ല എന്നല്ല. ഇപ്പം ആ എയർ സ്പേസ് ക്ലോസ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ടെമ്പററി പരമായിട്ട്. ഈ ക്ലോസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ ഇന്ത്യൻ ഫ്ലൈറ്റ്സ് എസ്പെഷ്യലി ടു US ആൻഡ് യൂറോപ്പ്, ഇംഗ്ലണ്ടോ യൂറോപ്പോ അല്ലെങ്കിൽ US ഫ്ലൈറ്റ്സോ ഇനി ഡീടൂർ എടുക്കണം. വേറൊരു ചാർട്ടർ വഴി വേണം, വേറൊരു ഫ്ലൈറ്റ് റൂട്ട് വഴി വേണം പോകാൻ. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടി ഈസിയർ റൂട്ടായിരുന്നു. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഫ്ലൈറ്റുകളിൽ ഒരു റീറൂട്ട് ചെയ്ത് പോകുമ്പോൾ ഒരുപാട് ഫ്യൂവൽ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ഫ്ലൈറ്റിന്റെ റണ്ണിങ് കോസ്റ്റ് അത് ഇൻക്രീസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ ബാലാക്കോട്ടിൽ, എനിക്ക് തോന്നുന്നു ബാലാക്കോട്ടിൽ അന്നൊരു സ്ട്രൈക്ക് നടന്നില്ലേ 2019 ഫെബ്രുവരിയിലാണ് അത് നടന്നത്. അതിനുശേഷം 5 മാസത്തേക്ക് എനിക്ക് തോന്നുന്നു ഫെബ്രുവരി തൊട്ട് ജൂലൈ വരെ ഏതാണ്ട് പാകിസ്ഥാൻ അത് ക്ലോസ് ചെയ്തിരുന്നു. അതായത് അവരുടെ എയർ സ്പേസ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് പല ഫ്ലൈറ്റ്സും റീറൂട്ട് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു കണക്ക് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അന്ന് ഇന്ത്യൻ കാരിയേഴ്സിന് ആ 5 മാസം ലൂസ് ചെയ്തേണ്ട 500 കോടിയോളം രൂപ വന്നു എന്നുള്ളതാണ്. അതായത് അതിൽ ഭൂരിഭാഗവും ശ്രദ്ധിക്കേണ്ട ഈ 540 കോടിയിൽ ഭൂരിഭാഗവും നഷ്ടം വന്നേക്കുന്നത് എയർ ഇന്ത്യക്ക്. 491 കോടിയാണ് എയർ ഇന്ത്യക്ക് നഷ്ടം വന്നത്. കാര്യം എയർ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ യൂറോപ്യൻ ഫ്ലൈറ്റ്സും ഏതാണ്ട് US ഫ്ലൈറ്റ്സും അവർ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ളത്. മറ്റുള്ള ഇതാണ് സ്പൈസ് ജെറ്റിന് 30 കോടി, 25 കോടിയാണ് ഇൻഡിഗോയ്ക്ക്, 2 കോടിയാണ് ഗോ എയർ. അന്ന് ഗോ എയർ ഉണ്ടായിരുന്നു നമ്മുടെ വാഡിയാസിന്റെ. ഇതൊക്കെയായിരുന്നു അവർക്ക് വന്ന നഷ്ടം. ഏറ്റവും കൂടുതൽ ഹിറ്റ് കിട്ടിയത് എയർ ഇന്ത്യക്കാണ്. ഇത് 2019 കണക്കാണ്. അന്നത്തെ കണക്ക് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഫ്ലൈറ്റിന് ഏതാണ്ട് US പോകുന്ന ഒരു ഫ്ലൈറ്റിന് എനിക്ക് തോന്നുന്നു എയർ ഇന്ത്യക്ക് വന്ന നഷ്ടം എന്ന് പറയുന്നത് 20 ലക്ഷമാണ് ഒരു ഫ്ലൈറ്റ്. അതേസമയം യൂറോപ്പിലേക്ക് പോയ ഫ്ലൈറ്റിന് എയർ ഇന്ത്യക്ക് വന്ന നഷ്ടം 5 ലക്ഷമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇന്ന് മാർക്കറ്റിൽ എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു ഇൻഡിഗോയ്ക്ക് ഇൻഡിഗോയും ഇപ്പോൾ ഒരുപാട് ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ 2019 കണക്കാണ് പറയുന്നത്. എനിക്ക് ഇപ്പോഴത്തെ കണക്ക് അത് അറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല പെട്ടെന്ന് ആ ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ. ബട്ട് ഈവൻ ദെൻ എനിക്ക് മനസ്സിലാവുന്ന വെച്ചാൽ അതിനേക്കാളും ഫ്ലൈറ്റ്സ് ഇൻഡിഗോയ്ക്കും എയർ ഇന്ത്യക്കും ഇൻക്രീസ് ചെയ്തെങ്കിൽ കാരണം നമ്പർ ഓഫ് ട്രാവലേഴ്സ് നമുക്ക് കൂടിയെന്നില്ല. അപ്പോൾ ഏവിയേഷൻ ഇൻഡസ്ട്രിയെ ചെറിയ രീതിയിൽ ഇതൊന്ന് എങ്ങനെ തട്ടും എന്നുള്ളത് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഓൺസെറ്റിലേക്ക് പറയുന്നത്. പിന്നെ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ട കാര്യം ചൈനയും നമ്മുടെ ടാരിഫിന്റെ കാര്യങ്ങൾ തന്നെയാണ്. അതായത് പ്രസിഡന്റ് ട്രംപ് ഒരു സൈഡിൽ പറയുന്നു ഞങ്ങൾ ചൈനയായിട്ട് സംസാരിച്ചു, ഇന്ന് രാവിലെയും കൂടെ സംസാരിച്ചുള്ളൂ. എന്നാൽ ചൈന ഒരു സൈഡിൽ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല, ഈ ടാരിഫുകൾ പിൻവലിക്കാതെ ഞങ്ങൾ ഒരു ഡിസ്കഷൻ ടേബിളിലേക്ക് പോലും വരില്ല എന്നാണ് ചൈന പറയുന്നത്. ആര് പറയുന്നതാണ് സത്യം എന്നുള്ളത് നമുക്കറിയില്ല. അതിപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്തുകൊണ്ട് ഏതായാലും നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. ബട്ട് ഒരു കാര്യം അവിടുത്തെ ട്രഷറി സെക്രട്ടറി എനിക്ക് തോന്നുന്നു സ്കോട്ട് ബെസന്റ് പറഞ്ഞത് വി ആർ ക്ലോസ് ടു സൈനിങ് എ ഡീൽ വിത്ത് ഇന്ത്യ എന്നുള്ള. അതായത് നമ്മൾ ഇന്ത്യ ഏതാണ്ട് ടേംസ് ഓഫ് റെഫറൻസ് കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മൾ കൊടുത്തു എന്നുള്ള. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ഏതാണ്ട് കൊറിയയും ടേംസ് ഓഫ് റെഫറൻസ് കൊടുത്തു, അത് അക്സെപ്റ്റ് ചെയ്തു. അതായത് ഈ മേഖലകളിൽ നിന്നുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാം, അതാണ് ടേംസ് ഓഫ് റെഫറൻസ്. ഇന്ത്യ നേരത്തെ കൊടുത്തു, അത് അക്സെപ്റ്റ് ചെയ്തു. ഇനി നമ്മൾ ടോക്സിലേക്ക് പോകും. ഏതാണ്ട് 90 days മൊറട്ടോറിയത്തിനുള്ളിൽ തന്നെ നമുക്കൊരു സൊല്യൂഷൻ, ഏതാണ്ട് ഒരു ഫസ്റ്റ് ഫേസ് സൊല്യൂഷൻ എങ്കിലും നമുക്ക് കാണാൻ പറ്റും എന്നുള്ള രീതിയിലേക്കാണ് ട്രഷറി സെക്രട്ടറി പറഞ്ഞത്. അത് വെൽക്കം ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ
ഈ പറയുന്ന പോലെ വേറൊരു കാര്യം അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ജർമ്മനിയുടെ ഇന്നലെ ഒരു അസസ്മെൻറ്റ് പല റിപ്പോർട്ട്സുകളും വന്നത് ഇപ്രാവശ്യം അവർ എക്കണോമിക് ഗ്രോത്ത് 0 ആയിരിക്കും എന്നുള്ള, എസ്പെഷ്യലി ഡ്യൂ ടു ടാരിഫ് എന്നുള്ള. അപ്പോൾ ടാരിഫ് വരുമ്പോൾ എന്തോരം യൂറോപ്യൻ യൂണിയനിലെ കൺട്രീസിനെ അഫക്റ്റ് ചെയ്യണു എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് വേണം നമുക്ക് കാണാൻ. അപ്പോൾ ഈ വക ബാക്ക്ഗ്രൗണ്ടിൽ ഈ വക കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നു. ഒരു എന്താ പറയുക, ഒരു ഇൻസർജൻസി നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, അതായത് ടാരിഫിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇതാണെങ്കിലും. പിന്നെ മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ എനിക്ക് തോന്നുന്നു 2-3 ദിവസമായിട്ട് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, വി ആർ കോഷ്യസ്ലി ഓപ്റ്റിമിസ്റ്റിക്. ഇന്നലെ നമ്മളത് നമ്മുടെ ഇന്നലത്തെ ഓപ്പണിംഗ് അവേഴ്സ് പ്രോഗ്രാമിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു കോഷ്യസ് ഓപ്റ്റിമിസം എന്താണെന്നുള്ളത്. അത് തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോഴും പറഞ്ഞു വെക്കണു എന്നുള്ളതാണ്. നമുക്ക് ഇന്നും വ്യക്തിപരമായിട്ടാട്ടോ, എനിക്ക് തെറ്റോ ശരിയോ എന്ന് എനിക്കറിയില്ല, എനിക്ക് ഒട്ടും ഒരു കംഫർട്ട് കിട്ടണില്ല. നമ്മളിപ്പോൾ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നതിനെ നമ്മൾ ബഡ്ജറ്റിന് ശേഷം പറഞ്ഞുകൊണ്ടിരിക്കുക, ഇനി വരാൻ പോണ ദിവസങ്ങളിൽ കൺസംഷൻ ഇന്ത്യയിൽ നന്നായിട്ട് വരും. കാരണം എന്താ, ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നു, അപ്പോൾ ആൾക്കാരുടെ ഇൻട്രസ്റ്റ് ബേർഡൻ കുറയുന്നു, അപ്പോൾ കൂടുതൽ പൈസ ജനങ്ങളുടെ കയ്യിൽ നിൽക്കും. അതുമാത്രമല്ല, ഇൻകം ടാക്സിന് നമുക്ക് ഇതേപോലെ ഒരു കട്ട് വന്നേക്കണു, 12 ലക്ഷം രൂപ വരെ നമുക്ക് ഇനി ടാക്സ് ഇല്ല. ആ പൈസയും കൂടെ കൺസംഷനിലേക്ക് വരുമ്പോൾ നന്നായിട്ട് വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ യൂണിലിവറിന്റെയും നെസ്ലെയും ഇന്ത്യയിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ FMCG കമ്പനീസിന്റെ റിസൾട്ട് വന്നത് എങ്ങനെയാണെന്ന് അറിയാം. അത് മാത്രമല്ല, അവരുടെ ഗൈഡൻസും മോശമായിരുന്നു. അവർ പറയുന്നത് അർബൻ ഡിമാൻഡ് പിക്ക് ചെയ്തിട്ടില്ല ഇതുവരെ, റോ മെറ്റീരിയൽ കോസ്റ്റ് പ്രഷർ ഭയങ്കരമായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അത്രയ്ക്ക് അങ്ങനെ ഒരു ഓപ്റ്റിമിസം ആയിട്ടുള്ള ഒരു ഇതേ പറയാൻ നന്നായിരിക്കും, എങ്കിലും അവർക്കൊരു ഒരു ഉറപ്പ് പറയാനായിട്ട്. എന്നാൽ ഈ കമ്പനികളൊക്കെ ട്രേഡ് ചെയ്യണ HUL ട്രേഡ് ചെയ്യണ PE എത്രയെന്ന് അറിയോ ജാസ്മിൻ? 53. ഇറസ്പെക്റ്റീവ് ഓഫ് ഈ റിസൾട്ട് മോശമായിട്ട് പോലും HUL ട്രേഡ് ചെയ്യണത് 53 PE-ലാണ്. നെസ്ലെ ട്രേഡ് ചെയ്യണത് 76 PE-ൽ എന്നുള്ള. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ സിൻജീൻ ഇന്നലെ 12% അടിച്ചു അല്ലെ, 12% സിൻജീന്റെ റിസൾട്ട് മോശമാണെന്ന് പറഞ്ഞ് താഴേക്ക് അടിച്ചു. എന്നിട്ടും സിൻജീൻ ട്രേഡ് ചെയ്യണ PE എത്രയെന്ന് അറിയോ? 55. ഒന്ന് ആലോചിച്ച് നോക്കും. ടാറ്റ കൺസ്യൂമർ ഭേദപ്പെട്ട റിസൾട്ട് കൊണ്ടുവന്ന കമ്പനി, അവരുടെ മാനേജ്മെന്റ് കമന്ററി വേറെ തിരിച്ചായിരുന്നു. അതായത് റോ മെറ്റീരിയൽ പ്രൈസ് ഈസി ചെയ്യുന്നു, ഞങ്ങൾ എന്തൊക്കെ റോ മെറ്റീരിയൽ പ്രൈസിന് വില കൂടിയോ അതെല്ലാം കൺസ്യൂമറിന് പാസ് ചെയ്തു, നല്ല ഗൈഡൻസ് കൊടുത്തു എന്നൊക്കെയാണ് ടാറ്റ കൺസ്യൂമർ പറയുന്നത്. ആ നല്ല റിസൾട്ട് ത്രോ ചെയ്ത കമ്പനി ട്രേഡ് ചെയ്യുന്ന പ്രീമിയം എത്രയെന്ന് അറിയോ? പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾ എത്രയാണ്? 83. അപ്പൊ ഈ ഒരു വാല്യുവേഷൻ കംഫർട്ട് മാർക്കറ്റിലില്ല. ഇപ്പൊ ഇൻസർജൻസീസ് ഒക്കെ ഉണ്ട് ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ ഈ പറഞ്ഞ പോലെ പാകിസ്ഥാനായിട്ടുള്ള ഒരു ഇഷ്യൂ. അത് മാത്രമല്ല, ഈ ട്രീറ്റിയുടെ ടാരിഫിന്റെ കാര്യത്തിലും നമുക്ക് ഒരു അൺസർട്ടനിറ്റീസ് അവിടെ എവിടെയൊക്കെ ലർക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും പല സ്റ്റോക്സും ഈ പറയുന്ന, അതായത് ഇപ്പൊ നമുക്ക് ടെയിൽ വിൻഡ് ഉള്ള സെക്ടറാണ് ഞാൻ പറഞ്ഞത്. FMCGയും ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റോക്സ് ആണ് നമ്മൾ ഇനി ഈ ഇയറിലെ ഇതായിട്ട് പറയുന്നത്. സ്റ്റോക്സ് ഓഫ് ദി ഇയർ എന്നുള്ള രീതിയിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. അതിന്റെ ഒരു പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു വാല്യുവേഷൻ കൺസേൺ ആണ് മനസ്സിനൊരു സുഖം തരാത്തത്. ഈ ഒരു കാരണത്താലാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സിനോട് കോഷ്യസ് ഓപ്റ്റിമിസത്തോടു കൂടി വേണം മാർക്കറ്റിനെ ട്രീറ്റ് ചെയ്യാനെന്ന് പറഞ്ഞത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ പറഞ്ഞ പോലെ ശരിയാണ്. നിങ്ങളാരും നമ്മൾ വീണ്ടും റീഇറ്റർ ചെയ്യണം, ക്യാഷിൽ പോകണമെന്നോ സെല് ചെയ്യണമെന്നല്ല. നിങ്ങൾ മാർജിൻ ഫണ്ട് ഉപയോഗിച്ച് ബൈ ചെയ്യാതിരിക്കുക, നിങ്ങൾ ലോൺ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക, കണ്ണടച്ച് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക, ക്വാളിറ്റി ആയിട്ടുള്ള അണ്ടർ ഓൺഡ് കമ്പനീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാന്നുള്ളത് ഈ മെസ്സേജ് മാത്രമേ നമ്മൾ തരുന്നുള്ളൂ. സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ താരിഫ് ട്രേഡ് കാര്യങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അമേരിക്കയുമായിട്ട് ഈ ഒരു അന്തിമ ചർച്ച, വ്യാപാര കരാറിൽ ഒരു അന്തിമ ചർച്ചയിലേക്ക് എത്തുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറുകയാണ്. വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ ഇന്ത്യൻ സന്ദർശനം അതിന് വലിയ ഒരു മുതൽക്കൂട്ടായിരിക്കുന്നു. അത്തരത്തിലേക്ക് ഇരു രാജ്യങ്ങളും ഒരു വ്യാപാര ഉടമ്പടിയിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു വിവരങ്ങളാണ് ലഭിക്കുന്നത്. സാർ, ഇതിന്റെ ഒരു ഓപ്പോസിറ്റ് സൈഡ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈനയുടെ ഭാഗത്തു നിന്നും ഒരു ത്രട്ടൺ വന്നിരിക്കുകയാണ്. അതായത് അമേരിക്കയുമായിട്ട് ഇത്തരത്തിലുള്ള വ്യാപാര കരാർ ഉണ്ടാക്കുന്ന രാജ്യങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് ചൈന കൊടുക്കുന്നു. ഈ നീക്കം അന്തിമമായി പരാജയപ്പെടുമെന്നാണ് ചൈന പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു ഉടമ്പടിയിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ആ രാജ്യങ്ങൾക്ക്, അമേരിക്കയുമായി കരാർ ഉണ്ടാക്കുന്ന രാജ്യങ്ങൾക്ക് ദോഷം ചെയ്യുമെന്നാണ് ചൈന പറയുന്നത്. ഒരു സൈഡിൽ കൂടി അമേരിക്കയുമായി എന്തെങ്കിലും തരത്തിലുള്ള ഒരു ധാരണയിലേക്ക് ഇന്ത്യ എത്താൻ ശ്രമിക്കുന്നു, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ചൈന അതിനെ അറ്റാക്ക് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ചെകുത്താനും കടലിനും നടുക്ക് വിട്ടുപോകുന്ന ഒരു ഇന്ത്യയാണ് ഇതിൽ. ഇവിടെ ആരാണ് ചെകുത്താനെന്ന് ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു സമ്മർദ്ദം വരാനിരിക്കുന്ന ഒരു വലിയൊരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ജാസ്മിൻ, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയത് ആ ഒരു കോട്ട് തന്നെയാണ്, അതായത് ബിറ്റ്വീൻ ദ ഡെവിൾ ആൻഡ് ദ ഡീപ് സീ. അതല്ലാതെ പറഞ്ഞു വെക്കാനായിട്ട് നമുക്ക് വേറെ വാക്കുകളില്ല. യു ആർട്ടിക്കുലേറ്റഡ് ഇറ്റ് വെരി ബ്യൂട്ടിഫുള്ളി എന്നുള്ള, അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പോൾ ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മളിത് പറഞ്ഞിരുന്നു, നമ്മൾ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞു, ചൈന ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതായിരിക്കാം. അതായത് എനിക്ക് തോന്നുന്നു നമ്മുടെ തംബ്നെയിൽ തന്നെ നമ്മൾ പറഞ്ഞു വെച്ചാൽ പണി വരുന്നു ചൈനയുടെ ഭാഗത്ത് നിന്ന് എന്നുള്ള രീതിയിൽ. അതായത് ഇന്ത്യയുടെ ഒരുപാട് റോ മെറ്റീരിയൽ ഡിപ്പെൻഡൻസി നമ്മൾ ചൈനയായിട്ട് നമുക്ക് ഉണ്ട്, റൈറ്റ്? അപ്പൊ അത് ഏതാണ്ട് ഇപ്പൊ ചൈന പറയുന്ന ഒരു കാര്യം നമുക്ക് സൂക്ഷ്മമായിട്ട് 2-3 പ്രാവശ്യം ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചാൽ മനസ്സിലാവുന്ന വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമുക്ക് $40 ബില്യൺ ആണ് US ആയിട്ടുള്ള ട്രേഡ് സർപ്ലസ്.
$40 billion. ഈ $40 billion നികത്തുക എന്നുള്ളതാണ് ഫസ്റ്റ്. അതായത് നമ്മൾ ആ $40 billion ട്രേഡ് സർപ്ലസ് എങ്ങനെ കുറയ്ക്കും? നമ്മൾ കൂടുതൽ ഓയിൽ ആൻഡ് ഗ്യാസ് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഓയിൽ ആൻഡ് ഗ്യാസിന് പകരമായിട്ട് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ US-ൽ നിന്ന് എടുക്കുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റും, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത് നമ്മളിപ്പോൾ ഫ്രാൻസിൽ നിന്നൊക്കെയാണ് റഫാൽ ജെറ്റ്സും അല്ലെങ്കിൽ ഡിഫൻസ് എക്യുപ്മെന്റ്സ് ഒക്കെ മേടിക്കുന്നത്. അതൊന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അമേരിക്കയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും $40 billion വീണ്ടും കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നുള്ള. ഇപ്പോൾ ഈ രണ്ട് കാര്യത്തിലും നമുക്ക് ചൈനയായിട്ട് വലിയ ബന്ധമില്ല. അതായത് ചൈനയെ ചവിട്ടിക്കൊണ്ട് നമുക്ക് അമേരിക്കയായിട്ട് ഒരു ഡീൽ ചെയ്യേണ്ട കാര്യമില്ല. ചൈനയായിട്ട് നമുക്ക് വലിയ ഡിഫൻസ് ഡീലില്ല, ചൈനയായിട്ട് നമുക്ക് ഓയിൽ ആൻഡ് ഗ്യാസ് ഇല്ല. ഓയിൽ ആൻഡ് ഗ്യാസ് ചൈന തന്നെ ഒരു നെറ്റ് ഇമ്പോർട്ടറാണ് പല രാജ്യങ്ങളിൽ നിന്നും. അതുകൊണ്ട് മിക്കവാറും ചൈനയെ ചവിട്ടിക്കൊണ്ട്, ചൈനയുടെ സ്റ്റേറ്റ്മെന്റ് അതായിരുന്നു, അതായത് ഞങ്ങളുടെ ഇൻട്രസ്റ്റിനെ, ഞങ്ങളുടെയായിട്ടുള്ള ബന്ധങ്ങളെ ചവിട്ടിക്കൊണ്ട് അതൊരു കാരണമാക്കി അമേരിക്കയായിട്ടൊരു ബന്ധം ആയിട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ അത് വളരെ സ്ട്രോങ് ആയിട്ട് ഡീൽ ചെയ്യുന്നതാണ് പറഞ്ഞത്. ഇന്ത്യയെ സംബന്ധിച്ച് ഒരു പക്ഷേ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാം. ഇത് കൂടാതെ അപ്പുറത്തെ സൈഡിൽ ശരിയാണ്, ഡെവൽ ആൻഡ് ദ ഡീപ് സീ എന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ട്. കാര്യം US വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ചൈനയുടെ ഷിപ്പുകൾ ഉപയോഗിക്കുന്ന രാജ്യങ്ങൾക്ക് ഞങ്ങൾ എക്സ്ട്രാ ടാരിഫ് വയ്ക്കുന്നു. അതിനെക്കുറിച്ച് പിന്നെ അങ്ങോട്ട് കേട്ടില്ല കേട്ടോ. ഒരു മാസം മുമ്പേ അദ്ദേഹം പറഞ്ഞ വാക്കുകളിലുണ്ടായിരുന്നു, അതായത് ചൈനീസ് ഫ്ലാഗ് വെച്ച ഷിപ്പോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തിന്റെ ഫ്ലാഗ് വെച്ച ഷിപ്പ് ചൈനയിലോ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെ പോർട്ടിലേക്ക് അടുപ്പിക്കണമെങ്കിൽ തന്നെ വലിയൊരു ഫൈൻ വെക്കും എന്നാണ് പറഞ്ഞത്. അതിപ്പോൾ പറയണതിൽ അർത്ഥമില്ല. കാര്യം വെച്ചാൽ ഷിപ്പ് ബിൽഡിങ്ങിൽ ഏതാണ്ട് 80-70%, 50-56% ഷിപ്സും ഉണ്ടാക്കുന്നത് ചൈന. പിന്നെയുള്ളത് കൊറിയയും ജപ്പാനും ആണ്. അതിനകത്ത് വലിയ പ്ലെയേഴ്സ് വേൾഡിൽ തന്നെ വേറെ ആരും പണിയുന്നില്ല എന്നുള്ള. പക്ഷെ നമ്മളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു അതൊന്നും എനിക്ക് തോന്നുന്നു ട്രംപ് ചെയ്യില്ല. ട്രംപ് ഇപ്പോൾ വരെ വന്നുകൊണ്ടിരിക്കുന്ന ട്രംപ് ഇപ്പോൾ ഈ വീക്ക് ഒന്ന് മയപ്പെടുന്ന ട്രംപായിട്ടാണ് നമ്മൾ കാണപ്പെടുന്നത്. ബട്ട് ഈവൻ ദെൻ ഇത് ഇന്ത്യയെ സംബന്ധിച്ചൊരു വേക്കപ്പ് കോളാണ് ജാസ്മിൻ. കാര്യം വെച്ചാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ 3rd largest എക്കണോമി ആവാൻ പോകുന്നു, നമ്മൾ ടോപ്പ് 5-ലുള്ള ഒരു നേഷനാണ്. നമ്മൾ എത്രയോ കൊല്ലമായിട്ട് നമ്മൾ 1991-92 മുതൽ ലിബറലൈസ് ചെയ്തു, ഗ്ലോബലൈസ് ചെയ്തു എന്നൊക്കെ പറയെങ്കിലും ഷിപ്പ് ബിൽഡിങ്ങിന്റെ കാര്യത്തിൽ നമ്മൾ വളരെ മോശമായിരുന്നു എന്നുള്ള ഒരു ട്രേഡ്. നമ്മൾ എന്തായാലും ക്രൂഡ് തിരിച്ച് അവിടുന്ന് പുറത്തുനിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ റിഫൈൻ ചെയ്ത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നു. ഗോൾഡും അതേപോലെ ചെയ്യുന്നു. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രത്തിന് നമുക്ക് ഒരു സ്വന്തമായിട്ടൊരു ഷിപ്പിംഗ് ഫ്ലീറ്റ്, അതായത് ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി, അതായത് നമ്മുടെ ഒരു ട്രേഡ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷിപ്പിംഗ് ഫ്ലീറ്റ് പോലും നമുക്കില്ല എന്ന് പറയുന്നത് സങ്കടകാര്യങ്ങളാണ്. ബട്ട് ഇതൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കിയിട്ട് ഏത് ഗവൺമെന്റ് ആയിക്കോട്ടെ, നമ്മൾ ഗവൺമെന്റിനോട് ദേഷ്യമില്ല. നമ്മൾ ഗവൺമെന്റ് എടുത്ത് പറയുന്നത് കണ്ണു തുറക്കൂ. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിൽക്കുന്നവരാണ്. നമുക്ക് ഗവൺമെന്റിന്റെ റിഫോംസിനെ അക്സെപ്റ്റ് ചെയ്താലേ നമുക്കൊരു വെൽത്ത് ക്രിയേഷന് ചാൻസ് ഉള്ളൂ. നമ്മൾ വെറുതെ അവരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യം, ഏത് ഗവൺമെന്റ് ആകട്ടെ, ഏത് പാർട്ടിയോ ആയിക്കോട്ടെ, നമ്മൾ ആ ഗവൺമെന്റ് പറയുന്ന ചട്ടക്കൂടിൽ നിന്ന് വേണം നമുക്ക് നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി മുന്നോട്ട് പോകാൻ. റൂൾ ഇസ് എ റൂൾ. നമ്മൾ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. ഇപ്പൊ ഗവൺമെന്റ് പറയുന്ന ടാക്സ് ഇത്രയാണെന്ന് പറഞ്ഞാൽ ടാക്സ് അത്രയാണ്. ആ ഒരു ബൗണ്ടറിയിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്കിവിടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു പൈസയും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രാക്ടിക്കലായിട്ട് റാഷണലായിട്ടും നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളേ ഉള്ളൂ. നമ്മൾ ഗവൺമെന്റിനോട് പറയുന്നത്, സീ ദിസ് ഇസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ യു. നിങ്ങൾക്ക് ഒരു ഷിപ്പ് ബിൽഡിങ്ങിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ എന്തെല്ലാം നല്ല സ്റ്റോക്ക് ഉണ്ട്. കൊച്ചിൻ ഷിപ്പ് യാർഡ് ഉണ്ട്. കൊച്ചിൻ ഷിപ്പ് യാർഡ് കൂടെ ഗാർഡൻ റീച്ച് ഉണ്ട് അല്ലേ? ഇങ്ങനത്തെയൊക്കെ കമ്പനികൾ നമുക്ക് ഇവിടെയുണ്ട്. അതിനൊക്കെ കൂടുതൽ ഓർഡർ കൊടുത്ത് ഇൻസെന്റീവ് കൊടുത്ത് വല്ല PLI സ്കീമൊക്കെ കൊടുത്ത് നന്നാക്കാൻ നോക്കൂ. നമ്മളെപ്പോലത്തെ ഷെയർ ഹോൾഡേഴ്സും ആ ഒരു വെൽത്ത് ക്രിയേഷൻ ജേർണിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടെ എന്നേ പറയാൻ പറ്റുള്ളൂ. ഏതായാലും സർ, നമ്മൾ ഇനിയിപ്പോൾ പ്രൈമറി മാർക്കറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 മാസങ്ങളായിട്ട് വേറെ IPO ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇപ്പോൾ എയ്തർ എനർജിയുടെ IPO ആണ് വരാനിരിക്കുന്നത്. ഈ ഒരു ഇലക്ട്രിക് 2-വീലർ നിർമ്മാതാക്കളായിട്ടുള്ള എയ്തർ എനർജിയെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ 28 മുതൽ 30-ാം തീയതി വരെ നിക്ഷേപകർക്ക് IPOയ്ക്ക് അപേക്ഷിക്കാനാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ ലിസ്റ്റഡ് സ്പേസിൽ ഇപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നത് ഓല ഇലക്ട്രിക് തന്നെയാണ്. ഓല ഇലക്ട്രിക്കിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരു മാർക്കറ്റിൽ 3% ഇടിവ് രേഖപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും ഒരു കോമ്പീറ്റർ വരികയാണ്. ഈ ഒരു മേഖലയിലെ വലിയൊരു വളർച്ചാ സാധ്യത തന്നെയാണ് എയ്തർ പോലുള്ള ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം IPOയിലേക്ക് എത്താനായിട്ട് പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ഇനി വരാനിരിക്കുന്നത് ഈ ഒരു ഗ്രീൻ എനർജി അല്ലെങ്കിൽ ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിളിന്റെ ഒക്കെ തന്നെ ഇലക്ട്രിക് എനർജിയുടെ ഒരു കാലമാണ് എന്ന് സൂചിപ്പിക്കുന്നത് തന്നെയാണ് IPOയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ഒരു സ്വീകാര്യത ലഭ്യമാക്കുന്നത്. സാർ, ഈ ഒരു കമ്പനിയുടെ IPOയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ ഒരു സാധ്യത എത്രമാത്രമായിരിക്കും എന്നാണ് സാർ കരുതുന്നത്? സാറ് ഏകദേശം ഒരു 25 വർഷമായിട്ട് മാർക്കറ്റിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ഇത്തരത്തിലുള്ള ഒരു കമ്പനി, ഒരു ന്യൂ ഏജ് ഒരു സ്റ്റാർട്ടപ്പാണ് എയ്തർ എന്ന് പറയുന്നത്. ഈ കമ്പനിയുടെ ഒരു സാധ്യത എത്രമാത്രമായിരിക്കും എന്നാണ് സാർ കരുതുന്നത്?
ജാസ്മിൻ അത് ചോദിച്ചതാണ്. എനിക്കിപ്പോൾ കേദാർ പ്രഭു നമ്മുടെ റിസർച്ച് ഹെഡിൻ്റെ ഇന്ന് നമുക്കൊരു കുറച്ച് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഏത്ര സംസാരിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. കേദാർ എനിക്ക് തന്നതനുസരിച്ച് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പറയാം. അതിന് മുമ്പേ തന്നെ നമുക്കിപ്പോൾ എറണാകുളം സിറ്റിയിൽ തന്നെ നമ്മളൊരു ഡ്രൈവ് എടുത്ത് പല ഭാഗത്തുകൂടി നമ്മൾ പോകാൻ നേരത്ത് നമുക്ക് ഏത്തറിൻ്റെ ഷോറൂംസ് കാണാം. നമുക്കറിയാം ഇപ്പോൾ ഓല എന്ന് പറയുന്ന കമ്പനി ഓല ഇലക്ട്രിക് സ്കൂട്ടേഴ്സിന് ഒരു നെഗറ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് ഏത്തർ നന്നായിട്ട് പെർഫോം ചെയ്തു എന്നൊക്കെയാണ്. പക്ഷേ ഞാൻ ജനങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനോട് പറയുന്ന കാര്യം ഉണ്ടല്ലോ, ദൈവത്തെ ഓർത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതൊന്നും എനിക്ക് അഭിപ്രായമില്ല. നമുക്കത് പറയാനുള്ള അധികാരവും ഇല്ല. കാര്യം നിങ്ങളൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റിനെയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിനെ കണ്ടിട്ട് വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രോക്കറിന്റെ റിസർച്ച് റിപ്പോർട്ടിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഈ IPO അപ്ലൈ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കാനുള്ള എല്ലാ പ്രിവിലേജും ഫ്രീഡവും നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനും നമ്മുടെ പ്രേക്ഷകർക്കും ഉണ്ടെന്നുള്ളത്. ഞാനൊരു കാര്യം പറഞ്ഞത്, നമ്മൾ ഈ ന്യൂ എനർജി എന്ന് പറയുന്ന സ്റ്റോറിയിൽ നമ്മൾ വീണു പോവുകയും ചെയ്യരുത്. അതായത് ഈ പറയുന്ന പോലെ എനിക്കൊരു കാര്യത്തിൽ IPOയിൽ നോക്കിയിട്ട് ഇപ്പോൾ കേദാർ പ്രഭു അതിനകത്ത് എനിക്ക് തന്നിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ IPO ഏതാണ്ട് 304 രൂപ മുതൽ 320 രൂപ വരെയാണ് അവർ പ്രൈസ് ബാൻഡ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇതിനകത്ത് പ്രൊമോട്ടർ ഗ്രൂപ്പായിട്ട് നമ്മുടെ ഹീറോ മോട്ടോഴ്സ് ഇന്നൊരു പ്രൊമോട്ടറാണ്, അറിയോ? അവർക്ക് ഏതാണ്ട് 40% അവർക്ക് സ്റ്റേക്ക് ഉണ്ട് ഈ എത്ര IPOയിൽ. അവർ സെല്ല് ചെയ്യുന്നില്ല. പിന്നെ അതിന് തരുൺ സഞ്ജയ് എന്ന് പറയുന്ന ഒരാളാണ് 6.8%. അതുകൂടാതെ സ്വപ്നി ഏതാണ്ട് 6.81%. അവർ രണ്ടുപേരും അവരും പ്രൊമോട്ടറും എല്ലാം കൂടെ ചേർന്ന് ഏതാണ്ട് 51%, 51.8% ആണ്. ഇതിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ ഇനിഷ്യൽ റിപ്പോർട്ടാണ്, നമുക്കറിയില്ല ഇത് എങ്ങനെ വരുമെന്നുള്ളത്. ഇതൊരു ഓഫർ ഫോർ സെയിലാണ്. ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്നത് പ്രൊമോട്ടേഴ്സും കൂടി കുറച്ച് സെല്ല് ചെയ്യുന്നതാണ്. അവർ എത്ര രൂപയ്ക്കാണ് അവരുടെ കോസ്റ്റ് പ്രൈസ് എന്നറിയോ? ഇത് അവരുടെ ക്രോസ് പ്രൈസ് ഏതാണ്ട് വരുന്നത് ഞാൻ നോക്കിയിട്ട് 21 രൂപയാണ്. ഈ 21 രൂപയുടെ ഈ IPO കൊണ്ട് പ്രൊമോട്ടേഴ്സ് 21 രൂപയുടെ കോസ്റ്റ് പ്രൈസ് ഉള്ള സ്റ്റോക്ക് ജനങ്ങളുടെ തലയ്ക്ക് 300-നും 321-നും വയ്ക്കുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അതായത് 19.6 lakh ഷെയർസ് ആണെന്ന് തോന്നുന്നു അവർ ഓഫർ ഫോർ സെയിൽ ചെയ്യുന്നത്. അതായത് 350 കോടി ഫൗണ്ടേഴ്സിന്റെ പോക്കറ്റിൽ. ഏത് ടൈപ്പ് കമ്പനി? ഈ കമ്പനിയുടെ 2024 ലോസ് എത്രയെന്നറിയോ? 1000 കോടി. 2023 ലോസ് എത്രയെന്നറിയോ? 864 കോടി. 2022 ലോസ് എത്രയെന്നറിയോ? 344 കോടി. അതായത് 344 കോടി, 800 ചില്ലുവാനം കോടി, അവിടുന്ന് 1000 കോടിയായി കടം കൂട്ടിയ പ്രൊമോട്ടേഴ്സിന് ഈ കമ്പനിയിൽ നിന്ന് ഈ IPO വഴി അവർക്ക് കിട്ടുന്നത് 300 ചില്ലുവാനം കോടി. ജനങ്ങൾ അത് അപ്പാടെ വിഴുങ്ങി ഈ സ്റ്റോക്ക് ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ പേരിലും ഗ്രീൻ എനർജി റെവല്യൂഷന്റെ പേരിലും ഫ്യൂച്ചർ ടെക്നോളജി എന്നുള്ള പേരും ഇനി വരാൻ പോകുന്ന ലിത്യം അയൺ ബാറ്ററിയുടെ പേരിലും നമ്മൾ മേടിച്ച് അവർക്ക് എക്സിറ്റ് കൊടുക്കണം എന്നാണ് ഈ IPO ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ വാസ്തവം. ഇതിന്റെ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഈ പറഞ്ഞ ഫിഗേഴ്സ് ഒക്കെ എൻ്റെ കയ്യിലുള്ള ലിമിറ്റഡ് ഇൻഫർമേഷൻ വെച്ച് ഇനി വരാൻ പോകുന്ന അവരുടെ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ട്സും മറ്റതൊക്കെ വായിച്ചുമ്പോൾ DRHP പ്രൊപ്പോസലൊക്കെ വരുമ്പോഴേ നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ അറിയാവൂ. ബട്ട് നിങ്ങൾ എപ്പോഴും നമുക്ക് ഇൻവെസ്റ്റേഴ്സിനോട് പറയാനുള്ളത്, ഒരു IPO വരുമ്പോൾ ഒരു IPO നല്ലതാണോ മോശമാണോ എന്നുള്ളത് നിങ്ങൾ ബിസിനസ് മോഡൽ മാത്രം കണ്ടുപോകരുത്. എന്താണ് ഈ IPO കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്? ആ IPO വഴി കളക്ട് ചെയ്യുന്ന ഫണ്ട്സ് അവർ എന്ത് യൂട്ടിലൈസ് ചെയ്യാനാണ്? കമ്പനിയുടെ എക്സ്പാൻഷന് വേണ്ടിയിട്ടാണോ, ഡെപ്റ്റ് റിഡക്ഷന് വേണ്ടിയിട്ടാണോ, പ്രൊമോട്ടർക്ക് വീട്ടിൽ കൊണ്ടുപോകാനാണോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കിയിട്ട് വേണം പോകാൻ എന്നുള്ളതാണ്. ഏതായാലും ആ IPO വരുന്നു എന്നുള്ളത് എന്താ പറയുക, ഇന്ത്യൻ മാർക്കറ്റിന്റെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടിയിരിക്കുമ്പോൾ തന്നെ മറ്റേ വശം കൂടെ നമുക്ക് പറഞ്ഞു പോകാതിരിക്കാൻ വയ്യ. വീണ്ടും ഞാൻ ഊന്നി പറയുന്നു, ഇതൊരു റെക്കമെൻഡേഷൻ ആയിട്ട് കരുതരുത്. നമ്മൾ ഈ പറയുന്നത് വെറും ഒരു നമുക്ക് കിട്ടിയ ഒരു അനുഭവം വെച്ചും വായിച്ചു മനസ്സിലാക്കിയപ്പോൾ ഇൻഫർമേഷൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്നുള്ളൂ. നിങ്ങളൊരു രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറെ കണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യണം. എനിക്ക് ചിലപ്പോൾ ഈ കമ്പനിയിൽ എന്താ പറയുക ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടാവാതിരിക്കാം. ഏതായാലും ഞാൻ ഈ പറയുന്ന പോലെ IPO ഒന്നും അതിനകത്ത് അപ്ലൈ ചെയ്യാൻ പോകുന്നില്ല. എനിക്ക് പൊതുവെ IPOനോട് താല്പര്യമില്ലാത്തതിന്റെ ഏക വാർത്ത IPO ഈസ് ഓപ്റ്റിമലി പ്രൈസ്ഡ്. അതായത് ഇനി വരാൻ പോണ 2 കൊല്ലത്തെ ഗ്രോത്തും കൂടെ പ്രൈസിങ് ചെയ്ത IPO ഒക്കെ വരുന്നത്. നമ്മൾ സാധാരണ സ്റ്റോക്ക് മേടിക്കുന്ന എന്തിനാ? അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്ക് അണ്ടർ വാല്യുവേഷനിൽ നിന്നും ഓപ്റ്റിമം വാല്യുവേഷനിലും ഓവർ വാല്യുവേഷനിലും ഒരു സ്റ്റോക്ക് മൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനകത്ത് റിട്ടേൺ കിട്ടുന്നത്. നമ്മളിത് ഓൾറെഡി ഓവർ വാല്യൂഡ് ആയിട്ട് നിൽക്കുന്ന സ്റ്റോക്ക് IPOയിൽ മേടിച്ചു വെച്ചാൽ നമുക്ക് എന്താ കിട്ടുക എന്നുള്ളത് മനസ്സിലാവില്ല. അത് മാത്രമല്ല, ഈ ആങ്കർ ഇൻവെസ്റ്റേഴ്സ് 90 days ലോക്ക് ഇൻ പീരീഡ് കഴിഞ്ഞാൽ ഇവരൊക്കെ അത് സെല്ല് ചെയ്യുകയും ചെയ്യും. പല IPO നമ്മൾ റീസെന്റ് ട്രെൻഡ് കാണുകയാണെങ്കിൽ ലിസ്റ്റ് ചെയ്ത പ്രൈസിൽ നിന്ന് ഒരു താഴോട്ട്, ഈവൻ സൊമാറ്റോയ്ക്കും അത് പറ്റിയെന്നുള്ള, അവിടുന്ന് ആ 40 രൂപയിൽ നിന്ന് തിരിച്ചു കയറിയെന്നുള്ള. പക്ഷെ അപ്പോഴത്തേക്കും റീറ്റെയിൽ ഷെയർ ഹോൾഡറിൽ ഷെയർ ഉണ്ടാവോ ഇല്ലേ എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ച് മാത്രം നിങ്ങൾ ഇതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രം പറഞ്ഞു വെക്കുന്നു. ഏതായാലും സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഓല ഇലക്ട്രിക്കിന്റെ കാര്യം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിലും ഏതാണ്ട് 157 രൂപ റേഞ്ചിലുണ്ടായിരുന്ന സ്റ്റോക്കാണ് ഇപ്പോൾ 50 രൂപ റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. അതായത് 2 sides ഓഫ് ദ സെയിം കോയിൻ എന്ന് തന്നെ പറയാം. ഏഥറിന്റെ IPO കുറിച്ച് വളരെയധികം വിശാലമായിട്ട് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു വലിയ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ജാസ്മിൻ സോറി ഇന്ററപ്റ്റ് ചെയ്യണേല് ഈ പറയുന്ന നിങ്ങൾ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളിൽ ഇപ്പൊ ഏത്തറിന്റെ IPO കുറിച്ച് പറയുന്നതല്ല, പല ബ്രോക്കറേജ് റിപ്പോർട്ട്സും പല നോട്ടുകളും പല പ്രസ് നോട്ട്സുകളും വരുന്നത് PR വർക്കിന്റെ ഭാഗമാണെന്നുകൂടെ ജനങ്ങൾ മനസ്സിലാക്കി വെക്കണം എന്നുള്ളത്. അതിനെ ബ്യൂട്ടിഫുൾ ആയിട്ട് പെയിന്റ് ചെയ്ത് നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആയിട്ടൊരു രീതിയിൽ മുന്നോട്ട് വരാനും കൂടി ഈ പറഞ്ഞതിലെ പോലെ ഈ പ്രൊമോട്ടേഴ്സ് അതിന് പൈസ ചെലവാക്കിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ ആൻ അഡ്വർടൈസിങ് കോസ്റ്റ്. നിങ്ങളുടെ പൈസ ഉപയോഗിച്ച് തന്നെയാണ് ഇത് അഡ്വർടൈസിങ് കോസ്റ്റ് ചെയ്ത് ഇത് ഗ്രീൻ പാസ്റ്റേഴ്സ് ആക്കി നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കണമെന്നും കൂടെ ഉള്ളത് പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. യെസ് സുരജ് സാർ, 257 പോയിന്റുകളുടെ ഒരു ഇടിവ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് 24,365 എന്നുള്ള ഒരു ഹൈ ടച്ച് ചെയ്ത ശേഷം ഇപ്പോൾ 23,950 എന്നുള്ള ഒരു ലോയിലേക്ക് എത്തിയിരിക്കുകയാണ്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 1% കൂടുതലുള്ള ഒരു ഇടിവും, ബാങ്ക് നിഫ്റ്റിയിൽ 633 പോയിന്റുകളുടെ ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. സെൻസെക്സിലും ആ ഒരു ഇടിവ് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാ സൂചികകളിലും ഇടിവ് പടർന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും മാക്രോ എക്കണോമിക് കണ്ടീഷൻസ് വേഴ്സ് ആകുന്നത് കൊണ്ട് തന്നെയാണോ മാർക്കറ്റിന്റെ ഈ ഒരു സാറിന് എങ്ങനെയാണ് തോന്നുന്നത്? ഇല്ല ജാസ്മിൻ, ഇത് നമ്മുടെ പ്രേക്ഷകരെ നമ്മൾ വാൺ ചെയ്തിരുന്നു എന്നുള്ളത്. അതായത് നമ്മൾ അന്ന് ആ ലാസ്റ്റ് ആയിട്ട് കയറിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞൊരു കംഫർട്ട് തോന്നില്ല. ഏതാണ്ട് 2,400ഓളം 2,500ഓളം പോയിന്റ് ഒരു റിക്കവറി നമുക്ക് സ്റ്റോക്സിൽ April 9th ശേഷം നമുക്ക് വന്നിരുന്നു എന്നുള്ളത് നമ്മൾ എടുത്തു പറഞ്ഞെങ്കിൽ പോലും നമ്മൾ പറഞ്ഞൊരു കോഷ്യസ് ഓപ്റ്റിമിസത്തോടു കൂടിയേ നമ്മൾ ട്രീറ്റ് ചെയ്യാവുള്ളൂ. കാരണം വേറെ ഒന്നുമല്ല ജാസ്മിൻ, നമ്മൾ ഇപ്പോൾ ഒരുപാട് നെഗറ്റീവ് ന്യൂസ് കേട്ടോണ്ടിരുന്ന സ്ഥലത്തുനിന്ന് ഇനി എല്ലാ നെഗറ്റിവിറ്റി ന്യൂസ് നിന്നു. ഇനി വരണമെങ്കിൽ എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആയിരിക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ April 9th തന്നെ ഏതാണ്ട് മാർക്കറ്റ് ചിലപ്പോൾ ഒരു ടെമ്പററി ബോട്ടം ആയി എന്ന് നമ്മൾ പറഞ്ഞു. തീർച്ചയായിട്ടും അവിടുന്ന് ഒരു പുൾ ബാക്ക് റാലി വന്നു. അത് നമ്മൾ പറഞ്ഞത് ലക്കി ആയതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ അനാലിസിസ് കറക്റ്റ് ആയതുകൊണ്ടോ എന്നറിയില്ല, അങ്ങനെ തന്നെ സംഭവിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഇതിന്റെ പീക്കിലും നമ്മൾ പറഞ്ഞു ആ ഒരു റിക്കവറി റാലിക്കുള്ള എല്ലാ ചേരുവകളും വന്നു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് മാർക്കറ്റ് റിയാലിറ്റിയിലേക്ക് കടക്കുമ്പോൾ പല വാല്യുവേഷൻ കംഫർട്ടും മാർക്കറ്റിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്ന് മാർക്കറ്റ് കറക്റ്റ് ചെയ്തു. ഏതാണ്ട് നമ്മൾ കോള് കറക്റ്റായി എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതല്ല, അതൊരു സർവ്വസാധാരണമാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം നമ്മളങ്ങ് തുറന്നു പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ ഒരുപാട് ഓപ്റ്റിമിസവും ആയില്ല, നമ്മൾ ഒരുപാട് പെസിമിസവും ആയില്ല എന്നുള്ള. അതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ ജാസ്മിൻ എടുത്തോണ്ട് മാർക്കറ്റ് അങ്ങനെ നിൽക്കട്ടെ. ഏതായാലും മാർക്കറ്റ് ഇപ്പോൾ ഒരു വീക്ക്നെസ്സിൽ കൂടെയാണ് നമുക്ക് പോകുന്നത്. അതിൻ്റെ എക്സ്റ്റെൻഡ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഈ ഗോൾഡും സിൽവറും തമ്മിൽ, ഇപ്പോൾ ഗോൾഡ് ആണല്ലോ നമ്മൾ എല്ലാവരും പറയുന്നത്. ഗോൾഡ് ഇനി കയറി മേടിക്കൂ എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. ഈ ഗോൾഡും സിൽവറും തമ്മിലുള്ള റേഷ്യോ ഉണ്ട്. ഈ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഗോൾഡ് ഇപ്പം 3000 ഔൺസ് ആണെന്ന് വെക്കുക, പെർ ഔൺസിന് 3000 രൂപയാണെന്ന് വെക്കുക, $3000 ആണ്, 3000 ഇതാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. $3000 ഒരു ഔൺസ്, ട്രോയ് ഔൺസിന്. അതിന് ഇക്വലന്റ് ആയിട്ട് സിൽവർ $30 ഒരു ഔൺസിന് അതെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഗോൾഡ് സിൽവർ റേഷ്യോനെ 100 എന്നാണ് പറയുന്നത്. അതാണ് ആ കണക്ക്. ഇതൊരു ഇൻഡിക്കേറ്റർ ആയിട്ട് നമ്മൾ പലപ്പോഴായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം ഇതിൻ്റെ ആ റേഷ്യോ എത്രയെന്നറിയോ? 102. അതായത് വളരെ ഹൈ ആണെന്നുള്ളത്. എപ്പോഴൊക്കെ ആ ലെവലിൽ വരുന്നു ഇത് റിവേർട്ട് ബാക്ക് ടു മീൻ. ആ റിവേർട്ട് ബാക്ക് ടു മീൻ എന്ന് പറയുമ്പോൾ ഗോൾഡ് താഴേക്ക് വരണം നിർബന്ധമില്ല, പകരം സിൽവർ വേണമെങ്കിൽ കയറാം. അപ്പോൾ സിൽവർ ഒരു ഹെഡ്ജിങ് മെറ്റൽ കൂടാതെ തന്നെ ഒരു ഇൻഡസ്ട്രിയൽ മെറ്റലും കൂടെയാണ്. അപ്പോൾ സിൽവറിൽ ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഒരു റാലി ചിലപ്പോൾ ഉണ്ടായേക്കാം എന്നുള്ളതാണ് ആ ഡേറ്റ പറയുന്നത്, നമ്മൾ പറയുന്നതല്ല. ആ ഡേറ്റ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഗോൾഡും സിൽവറും തമ്മിലുള്ള ഒരു റേഷ്യോ. അതൊന്നും ഞാൻ ജസ്റ്റ് പറഞ്ഞു വെക്കണമെന്നുള്ള കാര്യം. മെറ്റലിൻ്റെ കാര്യമൊക്കെ നമ്മൾ സംസാരിക്കുന്നതല്ലേ, അതുപോലെ ഗോൾഡിൻ്റെ കാര്യങ്ങളും നമ്മൾ സംസാരിക്കുന്നുണ്ട്. പറഞ്ഞുകൊണ്ട് പലയിടത്തും ഇനി ഈ വരും ദിവസങ്ങളിൽ സിൽവർ ബൈ ചെയ്യൂ എന്ന് നിങ്ങൾ ന്യൂസ് കേട്ടാൽ ഇതായിരിക്കും കാരണം. അതൊന്നും നമ്മൾ പറഞ്ഞു വയ്ക്കുന്നതെന്നുള്ളൂ. മേടിക്കണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ, അത് നിങ്ങളൊരു അഡ്വൈസറിന് എടുത്ത് ചോദിക്കുക എന്നുള്ള നമ്മൾ നിങ്ങളോട് പറഞ്ഞു വെച്ചെന്നുള്ളൂ. മാർക്കറ്റ് നമ്മൾ വീണ്ടും ഒരു സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ജാസ്മിൻ, മാർക്കറ്റ് ഒരു വല്ലാത്ത സിറ്റുവേഷനിലാണ്. ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഫണ്ടമെൻ്റലി ഇന്ത്യൻ മാർക്കറ്റിന് യാതൊരു പ്രോബ്ലം ഇല്ല, ഇന്ത്യൻ എക്കണോമിക് കണ്ടീഷൻസിന് യാതൊരു പ്രോബ്ലം ഇല്ല. ഫിസിക്കൽ ഡെഫിസിറ്റ് കൺട്രോൾഡ് ആണ്, നമ്മളെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കൺട്രോൾഡ് ആണ്, ഇൻഫ്ലേഷൻ കൺട്രോൾഡ് ആണ്, ഇൻട്രസ്റ്റ് റേറ്റ് താഴേക്ക് വരുന്നു, ഇൻകം ടാക്സ് കട്ടുണ്ട്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ നല്ലതാണ്. ഇതൊക്കെ ആണെങ്കിൽ പോലും വാല്യുവേഷൻ കംഫർട്ടും മാർക്കറ്റിൽ ഇല്ല. പല സ്റ്റോക്കുകളും ഈവൻ ആഫ്റ്റർ 35 to 40% കറക്ഷൻ ഈസ് ട്രേഡിംഗ് അറ്റ് ഹയർ മൾട്ടിപ്പിൾസ് എന്നാണ് പറഞ്ഞു വെക്കാനുള്ളത്. ചുരുക്കമായിട്ട് അവിടെ ഇവിടെ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റോക്സിലോ IT സോഫ്റ്റ്വെയർസിലോ ഒക്കെ ചിലപ്പോൾ പറഞ്ഞൊരു വാല്യുവേഷൻ കംഫർട്ട് കിട്ടിയേക്കാം. ബട്ട് ഈവൻ ദെൻ ആ മാർക്കറ്റ് വല്ലാത്ത ഒരു നെഗറ്റീവ് ബയസിലാണ് നിൽക്കുന്നതെന്നുള്ളത് നമ്മൾ പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു.
പോസിറ്റീവ് ന്യൂസുകളിൽ റിയാക്ട് ചെയ്യുന്നതിനെ കഴിഞ്ഞും കൂടുതൽ നെഗറ്റീവ് ന്യൂസുകളെ അബ്സോർബ് ചെയ്തുകൊണ്ട് പെർഫോം ചെയ്യുന്ന ഒരു മാർക്കറ്റിനെ കാണാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ തീർച്ചയായിട്ടും പ്രേക്ഷകരും ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും ഒക്കെ തന്നെ കോഷ്യസ് ഒപ്റ്റിമിസം എന്ന് പറയുന്ന ഒരു സ്റ്റാൻസ് സ്വീകരിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഒന്നുകൂടി മാർക്കറ്റ് ഇന്റലിജൻസ് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൃത്യമായ രീതിയിൽ അത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു കോഷൻ കൂടിയാണ് പറയാനുള്ളത്. സാർ, ഇതിനപ്പുറത്തേക്ക് ക്വാർട്ടർലി റിസൾട്ടുകൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള കമ്പനികളുടെ ഒരു പെർഫോമൻസ് ഡീറ്റെയിൽസ് വളരെ പെട്ടെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇന്നത്തെ മാർക്കറ്റിൽ ഓൾമോസ്റ്റ് എല്ലാ സെഗ്മെന്റ്സും എല്ലാ സ്റ്റോക്സും നെഗറ്റീവ്ലിയാണ് ട്രേഡ് ചെയ്യുന്നത്. എടുത്തു പറയേണ്ടത് ആക്സിസ് ബാങ്കിന്റെ ഒരു റിസൾട്ട് ആയിരുന്നു. ആക്സിസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 3.5% കൂടുതൽ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആക്സിസ് ബാങ്കിന്റെ ഏർണിംഗ് ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടിവാണ് വന്നിരിക്കുന്നത്. 7,129 കോടിയിൽ നിന്നും 7,117 കോടി എന്നുള്ള ഒരു നിലയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് കുറയുന്നു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 6% ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനെ സംബന്ധിച്ചിടത്തോളം 3.97% എന്നുള്ള ഒരു നിലയിലേക്കാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രൊവിഷൻസും കണ്ടിജൻസീസും പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷവുമായി പരിശോധിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിലും ഒരു വ്യത്യാസം ഇത്തവണ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇനി NPA വരുന്ന സമയത്ത് 0.35% നിന്നും 0.33% ആയിട്ട് ഒരു മെച്ചപ്പെടൽ കാണാൻ സാധിക്കുന്നുണ്ട്. റിസൾട്ട് ഒരു സമ്മിശ്രമായിരുന്നു എങ്കിൽ കൂടിയും സ്ട്രീറ്റ് എസ്റ്റിമേറ്റ് ചെയ്ത് അത്ര പെർഫോം ചെയ്യാനായിട്ട് ആക്സിസ് ബാങ്കിന് സാധിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിപ്പോൾ ക്വാർട്ടർലി നമ്പേഴ്സിൽ കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം രേഖപ്പെടുത്താത്തത് കൊണ്ട് തന്നെ സ്റ്റോക്സും 3.5% അടുക്കുന്നു ഇടിവ്. ഇന്നത്തെ ഒരു പെർഫോമൻസിൽ 1,163 രൂപ എന്നുള്ള ഒരു നിലയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. സാർ, ഈ ബാങ്കിങ് മേഖലയിൽ പൊതുവെ ഒരു സമ്മർദ്ദം നമുക്ക് റിസൾട്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഭേദപ്പെട്ട അല്ലെങ്കിൽ സ്ട്രീറ്റ് എസ്റ്റിമേറ്റ് ചെയ്ത് അത്ര പെർഫോം ചെയ്യാനായിട്ട് പല കമ്പനികൾക്കും പല ബാങ്കിങ് സെഗ്മെന്റുകൾക്കും സാധിക്കുന്നില്ല. ജാസ്മിൻ, ഇഫ് യു ആസ്ക് മീ പേഴ്സണലി, ഞാൻ ഈ Q4 റിസൾട്ടിൽ ഒരു കമ്പനിയുടെ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കാര്യം ആലോചിക്കും. ഇപ്പോൾ ട്രംപിൻ്റെ ഇഷ്യൂ, ട്രംപ് ജാനുവരിയിലാണല്ലോ നമ്മൾ ചാർജ് എടുത്തത്. അതിനുശേഷമാണല്ലോ ടാരിഫിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ ടാരിഫിൻ്റെ കറക്ഷൻസ് ഒക്കെ ജാനുവരിക്ക് ശേഷം വന്നു എന്ന് നമുക്ക് വിചാരിക്കാം. അതിനു മുമ്പേ സെപ്റ്റംബർ ഒക്ടോബർ മുതൽ തന്നെ ഇന്ത്യൻ മാർക്കറ്റ് കറക്റ്റ് ചെയ്ത് തുടങ്ങി. എന്തിനായിരിക്കും കറക്റ്റ് ചെയ്തത്? എനിക്ക് തോന്നുന്നു ഈ Q4 റിസൾട്ട് നേരത്തെ ഡിസ്കൗണ്ട് ചെയ്തതെന്നാണ്. വളരെ മോശം റിസൾട്ടാണ് ഈ പറയുന്നത്. ഇപ്പോൾ ബാങ്കിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഞാനിപ്പോൾ ആ പാടെ എനിക്ക് കുറച്ചെങ്കിലും ഒരു കംഫർട്ട് തോന്നിയ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ ICICI ബാങ്കിൻ്റെയാണ്. ഈ ICICI ബാങ്കിൻ്റെ റിസൾട്ട് നമ്മൾ കൂടുതലായിട്ട് മറ്റുള്ള ബാങ്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പെർഫോമൻസിനെക്കാളിലും ടേൺ അറൗണ്ട് നടന്നതിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അതായത് ഇപ്പോൾ സന്ദീപ് ബക്ഷി എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നത് MD and CEO ആയിട്ട് ചാർജ് എടുക്കുന്നു. സന്ദീപ് ബക്ഷിയെക്കുറിച്ച് വളരെ ഹൈ ഒപ്പീനിയനാണ് മാർക്കറ്റിനും ഇൻഡസ്ട്രിക്കും, അതായത് ബാങ്കിങ് മേഖലയിലും. അദ്ദേഹം ചെയ്ത ഓരോ ഒരു എന്താ പറയുക സ്ട്രാറ്റജീസ് ഉണ്ടല്ലോ ICICI ബാങ്കിന് ഒരു ടേൺ അറൗണ്ട്. ഇപ്പോൾ ഒരു കമ്പനി ടേൺ അറൗണ്ട് ചെയ്യുമ്പോൾ ഉള്ള റിസൾട്ടും മറ്റുള്ള ഗ്രോത്തിൽ ത്രോ ചെയ്യുന്ന റിസൾട്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ICICI ബാങ്കിൻ്റെ ഒരു ഫാന്റാസ്റ്റിക് റിസൾട്ടായിരുന്നു. ബട്ട് അത് കൂടുതലും ഒരു ടേൺ അറൗണ്ട് ചെയ്തതിൻ്റെ റിസൾട്ടായിട്ടാണ് കാണാൻ പറ്റുന്നത്. HDFC ബാങ്കിൻ്റെ റിസൾട്ടും മോശമല്ലായിരുന്നു എന്ന് വേണം പറയാൻ. ബട്ട് ഈവൻ ദെൻ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിലേക്ക് അല്ല റിസൾട്ട്സ് വന്നതെന്നുള്ളത് ആക്സിസ് ബാങ്കും കൂടെ വന്നപ്പോൾ നമുക്കത് ക്ലിയർ ആയി എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ FMCG കമ്പനി ആയാലും ബാങ്കിങ് ഇതാണെങ്കിലും നമ്മൾ ഓരോ സ്ഥലത്തും ബൈയിങ്ങിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിലല്ലേ സ്റ്റോക്ക് മേടിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ റിസൾട്ട് കംപ്ലീറ്റ് മോശമായ സ്ഥിതിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു വാല്യുവേഷൻ കംഫർട്ട് ഇല്ല എന്നുള്ളൊരു കൺക്ലൂഷനിലേക്കാണ് നമ്മൾ എത്തിയത്. ഇത് നമ്മൾ നെഗറ്റീവ് ആവാൻ വേണ്ടി പറഞ്ഞതല്ല, നമ്മൾ പൊതുവെ കോഷ്യസ് ആവാൻ വേണ്ടി പറഞ്ഞാണ്. ഓഫ് കോഴ്സ് ഈ പറഞ്ഞ പോലെ IT-യും ഈ പറഞ്ഞ പോലെ ബാങ്കിങ് സ്റ്റോക്സും ഈ ഫാർമ സ്റ്റോക്സും ഒക്കെ നമുക്ക് എവിടെയെങ്കിലും ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി തരും. ബട്ട് ഇപ്പോൾ ഉള്ള സമയത്തിലൊന്ന് കോഷ്യസ് ആയിട്ട് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാങ്കിങ് സ്റ്റോക്സിലും ഞാൻ ഈ പറഞ്ഞ പോലെ വന്ന റിസൾട്ട് അനുസരിച്ച് ICICI ബാങ്കിൻ്റെ ഒഴിച്ച് ഇപ്പോൾ HDFC ബാങ്കിൻ്റെയും കൊള്ളാമെങ്കിൽ പോലും ICICI ബാങ്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തന്നത്. ബട്ട് അത് കൂടുതൽ ഡീപ്പ് പോക്കറ്റിലേക്ക് നമ്മൾ പോയി നോക്കുമ്പോൾ ഒരു പെർഫോമൻസ് ലെവൽ വരാൻ കാര്യം ആ ടേൺ അറൗണ്ട് അതിനകത്തുണ്ടായിരുന്നു. ഒരു മോശം കണ്ടീഷനിൽ നിന്ന് നല്ല രീതിയിലേക്ക് വരുമ്പോൾ ഒരു റിസൾട്ട് ത്രോ ചെയ്തതാണ് അതിനകത്ത് കൂടുതലും റിഫ്ലക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. സാർ, പൊതുവെ ഈ ക്വാർട്ടർലി നമ്പേഴ്സ് നോക്കിയിട്ട് കമ്പനികളെ വിലയിരുത്താറുണ്ടല്ലോ. ഇപ്പോൾ ബാങ്കിങ് സ്റ്റോക്കിന്റെ കാര്യം പറഞ്ഞാലും ഏതൊരു കമ്പനിയിലും സാറിനെ സംബന്ധിച്ചിടത്തോളം അത്ര സാറ്റിസ്ഫൈഡ് അല്ല എന്ന് സാർ പറഞ്ഞു. പക്ഷേ ഈ ഫിനാൻഷ്യൽ ആസ്പെക്ട്, ക്വാർട്ടർലി നമ്പേഴ്സ്, Q3, Q1, Q4 ഇതൊക്കെ നോക്കിയിട്ട് സാർ കമ്പനികളെ വിലയിരുത്താറുണ്ടോ? നമ്മൾ ഇപ്പോൾ ഓരോ കമ്പനിക്കും ഇൻഡസ്ട്രിക്കും ഓരോ ക്വാർട്ടറും ഡിഫറെൻറ്റ് രീതിയിലാണ് അവർ അഫക്റ്റ് ചെയ്യുന്നത്. അതായത് ചില കമ്പനിക്ക് ചില ക്വാർട്ടറുകൾ വളരെ ബെസ്റ്റ് ആയിരിക്കും, ചില ക്വാർട്ടർ വളരെ മോശമായിരിക്കും. സൈക്കിൾ ഇപ്പോൾ നമ്മൾ വെറും ഒരു എക്സാമ്പിൾ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവാനായിട്ട് പറയാം. നമ്മൾ ഈ ബാറ്റ അല്ലെങ്കിൽ റിലാക്സോ
അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് ഈ പറയുന്ന പോലെ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളുണ്ടല്ലോ, ലിബർട്ടി, ഇതൊക്കെ നമ്മുടെ ഷൂവും ഫുട്വെയർ കാറ്റഗറിയിലുള്ള ബേസിക് കമ്പനിയാണ്. എങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കൺസ്യൂമർ എന്ന രീതിയിൽ ഈ സ്കൂൾ തുറക്കുമ്പോൾ ഈ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ നമ്മൾ ഷൂ മേടിക്കുന്നത് എവിടെ നിന്നാണ്? ബാറ്റ എന്നാണ് ഏറ്റവും കൂടുതൽ മേടിക്കുന്നത്. ഈ ബ്ലാക്ക് ഷൂവിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതുകൂടാതെ നമ്മൾ ഈ സ്പോർട്സിന് വേണ്ടിയിട്ടുള്ള ക്യാൻവാസ് ഷൂവും ഏതൊരു പേരൻ്റ് എന്നുള്ള രീതിയിലും ജാസ്മിനും അറിയായിരിക്കാം, ബാറ്റുള്ള പ്രേക്ഷകർക്കും അറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ മേടിക്കുന്നത്. നമ്മൾ ആ ഒരു ജൂൺ ജൂലൈയിലാണല്ലോ ഏറ്റവും കൂടുതൽ മേടിക്കുന്നത്. നമ്മൾ സെപ്റ്റംബർ ഒക്ടോബറിലും അത് മേടിക്കാറില്ലല്ലോ. അപ്പോൾ ചില കാര്യങ്ങൾ ഞാനൊരു ബേസിക് ലെവലിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ചില കാര്യങ്ങൾ ചില സീസണാലിറ്റി ഓരോ ബിസിനസ്സുകൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ റിസൾട്ട് വരുന്നത് പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് പറയുന്ന ഹെഡ്ലൈൻ മാത്രം വെച്ചിട്ട് നമുക്കൊരു കമ്പനി ഇവാലുവേറ്റ് ചെയ്യുന്നത് ശരിയല്ല. ചില കാരണങ്ങൾ കൊണ്ടാവും. പിന്നെ അത് മാത്രമല്ല, ഈ റിസൾട്ടിൽ ചിലപ്പോൾ വൺ ഓഫ്, അതായത് ഇപ്പോൾ ഒരു ടാക്സ് ലയബിലിറ്റി ഉണ്ട്, അതൊരു പ്രാവശ്യം കൊടുക്കേണ്ടതാണ്. ആ ടാക്സ് ലയബിലിറ്റി വന്നത് ഈ ക്വാർട്ടറിലാണ്. ഈ ക്വാർട്ടറിൽ നമ്മൾ പേ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞു എന്നിരിക്കും, എന്നാൽ റവന്യൂ ഹൈ ആയിരിക്കും. അപ്പോൾ പുറത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ അയ്യോ റവന്യൂ നല്ലതാണെങ്കിൽ അവർക്ക് പ്രോഫിറ്റ് കുറഞ്ഞു, റിസൾട്ട് ബാഡാണ്. പക്ഷേ അതൊരു വൺ ടൈം അഫെയർ ആണെന്നുള്ളത്, അതായത് എപ്പോഴായാലും കൊടുക്കേണ്ട ഒരു സാധനം നമ്മൾ ഈ ക്വാർട്ടറിൽ കൊടുത്തു എന്നുള്ളതായിരിക്കാം അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ചിലപ്പോൾ അത് നോക്കിയെന്ന് വരില്ല. അപ്പോൾ ഞാൻ ഒരിക്കലും ഈ പറയുന്ന പോലെ എല്ലാ ക്വാർട്ടറിലെയും റിസൾട്ട് ഇങ്ങനെ നമ്മൾ വലിയൊരു ഇമ്പോർട്ടൻറ്റ് കൊടുക്കാറില്ല. ബട്ട് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഒരു കമ്പനി ക്വാർട്ടർ ടു ക്വാർട്ടർ അതിൻ്റെ സെയിൽസ് കുറയുകയോ പ്രോഫിറ്റ് കുറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ പാരാമീറ്റേഴ്സ് ഡിറ്റീരിയോറേറ്റ് ചെയ്യുമോ എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ക്ലോസ്ലി വാച്ച് ചെയ്യണം. ഒരു സിംഗിൾഡ് ഔട്ടായിട്ട് ഒരു സ്റ്റാൻഡ് അലോൺ ആയിട്ട് ഒരു ക്വാർട്ടർ മാത്രം നോക്കി പോകുന്നത് ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പൊതുവേ എക്കണോമിയിലൊരു എന്താ പറയുക, ഇപ്പോൾ ഇൻഫ്ലേഷനുള്ള സമയമാണെങ്കിൽ ചിലപ്പോൾ കൺസംഷൻ നന്നായിട്ട് കുറഞ്ഞു വന്നിരിക്കും. അത് നമ്മളിപ്പോൾ എല്ലാ കമ്പനിക്കും ഒരുപോലെ അടിക്കുകയാണെങ്കിൽ നമ്മൾ റിസൾട്ട് മോശം വന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ആ സെക്ടറിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യണമെന്ന് നോക്കണം. സെക്ടറിലെ എല്ലാ കമ്പനികളും നല്ല റിസൾട്ട് തന്നു, ചില കമ്പനികൾ മോശം റിസൾട്ട് തന്നു. ആ മോശം റിസൾട്ട് തന്നത് ടാക്സ് ഔട്ട് ഗോ ഉണ്ടോന്നും അല്ല, അവരുടെ പെർഫോമൻസ് വീക്ക് ആയതുകൊണ്ട് എന്നുള്ളതാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളത്. അപ്പോൾ ഓരോ കാര്യങ്ങളും നമുക്ക് ഇൻഡിവിജ്വലായിട്ട് കാണാൻ പറ്റില്ല, ഇൻ റിലേഷൻ ടു സംതിങ് മാത്രമേ നമ്മൾ നോക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു ലോങ് ടേം ഇൻവെസ്റ്ററിനെ സംബന്ധിച്ച് ഒരൊറ്റ കാര്യം വാറൻ ബഫറ്റ് എപ്പോഴും പറയും, ദ കമ്പനീസ് ദാറ്റ് ഐ ഹാവ് ഇൻ മൈ പോർട്ട്ഫോളിയോ വിൽ ബി മേക്കിംഗ് മോർ പ്രോഫിറ്റ്സ് 5 years ഡൗൺ ദ ലൈൻ. അതായത് വേറെ ഒന്നും അദ്ദേഹം പറയുന്നില്ല, അതിൽ ക്വാർട്ടറും പറയുന്നില്ല, ഇയർലിയും പറയുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അതിപ്പോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലും അതായത് ഇപ്പോൾ കോൾഗേറ്റ് ആണ്, ഇപ്പോൾ അണ്ടർ പെർഫോമറാണ് നമ്മുടെ മാർക്കറ്റ്. പക്ഷേ അവർ 5 കൊല്ലം മുമ്പേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രോഫിറ്റിനേക്കാളും ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള കാര്യം വാസ്തവം തന്നെയാണ്. ഫോർ ഓവർ എ പീരീഡ് ഓഫ് ടൈം companies will keep on, good companies will keep on making profits without deteriorating fundamentals, right? If that happens, stock price will eventually follow. അതായത് സ്റ്റോക്ക് പ്രൈസ് തേടി വന്നോളും എന്നുള്ളതാണ് വാറൻ ബഫറ്റ് പറഞ്ഞു വയ്ക്കുന്നത്. യെസ്, ഏതായാലും സാർ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ ആയിട്ട് നമ്മുടെ ഇൻഹൗസ് എക്സ്പേർട്ട് ആയിട്ടുള്ള പ്രദീപ് ചന്ദ്രശേഖരൻ സാർ കൂടി ജോയിൻ ചെയ്യുകയാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. മോർണിംഗ് ജാസ്മിൻ, മോർണിംഗ് വ്യൂവേഴ്സ്. യെസ് സാർ, ഞങ്ങൾ ഈ എപ്പിസോഡ് തുടങ്ങുന്ന സമയത്ത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 24,365 എന്നുള്ളൊരു ഹൈ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ബെഞ്ച് മാർക്ക് ഇൻഡീസസുകളിലും ഒക്കെ തന്നെ ഒരു സെൽ ഓഫ് ആണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 1% ബാങ്ക് നിഫ്റ്റി 1% കൂടുതലുമുള്ള ഒരു ഇടിവിലേക്ക് പോയിരിക്കുന്നു. 24,025 എന്നുള്ള ഒരു നിലയിലേക്ക് എത്തുകയാണ്. ഒരു ഘട്ടത്തിൽ 24,000 എന്നുള്ള ഒരു ലെവല് കൈവിട്ടുകൊണ്ട് നിഫ്റ്റി പെർഫോം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. നിലവിലെ ഈ ഒരു സെൽ ഓഫിനെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ജാസ്മിൻ, കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് നമ്മുടെ മാർക്കറ്റ് പ്ലസ് പ്രോഗ്രാമിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം, ഏപ്രിൽ 7-ാം തീയതി ആയിരുന്നു നമ്മൾ നിഫ്റ്റി 50 കണ്ട ബോട്ടം. അതിനുശേഷം 16 ദിവസങ്ങൾ മാർക്കറ്റിൽ നമുക്ക് തുടർച്ചയായിട്ട് നേട്ടം കിട്ടിയായിരുന്നു. കഴിഞ്ഞ 3 ദിവസത്തെ പാറ്റേൺ നോക്കുമ്പോഴേക്കും നിഫ്റ്റി 50 കാര്യമായിട്ട് നമുക്ക് നേട്ടമൊന്നുമില്ല. There was already a beginning of a profit taking. And ഇന്ന് നടക്കുന്ന ഈ ഒരു ഇടിവിന് ഞാൻ ഐ എം നോട്ട് ബോതേർഡ് അറ്റ് ഓൾ, ബിക്കോസ് ഇത് നമ്മൾ എല്ലാവരും പ്രെഡിക്റ്റ് ചെയ്ത് നമ്മൾ ഇതിനു വേണ്ടി പ്രിപ്പയർഡ് ആയിരുന്ന ഒരു കറക്ഷനാണ്. ഇറ്റ്സ് എ വെരി വെരി ഹെൽത്തി കറക്ഷൻ ആൻഡ് ദിസ് ഇസ് വെരി വെരി നോർമൽ. ഈ ഒരു കറക്ഷൻ നടക്കുന്ന സമയത്ത് വീണ്ടും ഇപ്പൊ ഞാൻ സൂരജ് പറയുന്നതൊക്കെ കേൾക്കുകയായിരുന്നു. ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളുടെ ഷെയർസ് വാങ്ങാൻ വീണ്ടും നമുക്ക് നല്ലൊരു അവസരം അടുത്ത 3-4 സെഷനിടെ നമുക്ക് ലഭിക്കാൻ പോകുന്നു. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹെൽത്തി ആയിട്ടുള്ള കറക്ഷനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് സാർ പറയുന്നത്. സാർ, നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ സാധിച്ചത് 56,000 എന്നുള്ള ഒരു ലെവല് ടെസ്റ്റ് ചെയ്ത് തിരികെ വരുന്ന ഒരു ബാങ്ക് നിഫ്റ്റിയാണ് കാണാൻ സാധിച്ചത്. ഇപ്പോൾ 55,350 എന്നുള്ള ഒരു ഡേ ഹൈ ആണ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. സാർ, നിലവിലെ ഈ ബാങ്ക് നിഫ്റ്റിയുടെ പെർഫോമൻസിനെ സംബന്ധിച്ചിടത്തോളം ഇനി ക്രൂഷ്യലായിട്ട് വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് ഏതൊക്കെയാണ്?
നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് നമുക്ക് 3 സെഷൻസിന് മുൻപായിരുന്നു ഓൾ ടൈം ഹൈ നമുക്ക് തന്നത്. സോ അഗെയിൻ കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ സപ്പോർട്ട് ഏരിയ ആദ്യത്തെ 53,400, അതിനുശേഷം 52,500 ആൻഡ് 52,500 മാർക്കറ്റിന് നിഫ്റ്റി ബാങ്കിന് കറക്റ്റ് ചെയ്യാൻ സാധിച്ചാൽ പിന്നെ നമുക്ക് ഒത്തിരി ലോ റിസ്കിൽ ബൈങ് അവസരങ്ങൾ ലഭിക്കും. സർ, അതോടൊപ്പം തന്നെ സ്റ്റോക്ക് സ്പെസിഫിക്കിലേക്ക് നമുക്ക് കടന്നാൽ ഇന്നിപ്പോൾ തൻല പ്ലാറ്റ്ഫോംസിന്റെ ഓഹരികളിലേക്ക് വരുമ്പോൾ 3.76%, 3.5% കൂടുതലുള്ള ഒരു ഇടിവ് കാണാൻ സാധിക്കുന്നുണ്ട്. ക്വാർട്ടർലി നമ്പേഴ്സ് അത്ര ഭേദപ്പെട്ടതായിരുന്നില്ല. സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് നമുക്ക് ഇന്ന് സ്റ്റോക്കിലും കാണാൻ സാധിക്കുന്നുണ്ട്. 465 രൂപയിലേക്ക് എത്തിയിരിക്കുന്നു സ്റ്റോക്ക് ഇന്നത്തെ ഒരു പെർഫോമൻസിൽ. തൻല പ്ലാറ്റ്ഫോംസിന്റെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം വ്യൂ സാറിന്റെ എങ്ങനെയാണ്? അൺഫോർച്ചുനേറ്റ്ലി തൻല പ്ലാറ്റ്ഫോംസ് നമുക്ക് ഏപ്രിൽ 2023 മുതൽ തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിംഗ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു സമയം മുതൽ തന്നെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. സോ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചക്കിടെ കണ്ടിരിക്കുന്ന റിക്കവറി വാസ് ഓൺലി ഷോർട്ട് കവറിംഗ്. അറ്റ് ദിസ് മൊമെന്റ് നമുക്ക് ഈ സ്റ്റോക്കിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം സ്റ്റോക്സിൽ തൽക്കാലം ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. സർ, അതോടൊപ്പം തന്നെ ബാങ്കിംഗ് മേഖലയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആക്സിസ് ബാങ്ക് നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ റിസൾട്ടുകൾക്ക് ശേഷം ഇന്നിപ്പോൾ 4% ഇടിവ് രേഖപ്പെടുത്തുകയാണ്. 1,159 രൂപയിലാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ഇയർ ടു ടിൽ ഡേറ്റിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നേട്ടം, ഒരു റിട്ടേൺ തന്നിട്ടുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് ആക്സിസ് ബാങ്ക് എന്ന് പറയുന്നത്. ആക്സിസ് ബാങ്കിനെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആക്സിസ് ബാങ്കിന്റെ കേസിൽ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തത് ജനുവരി മാസത്തിലായിരുന്നു ഈ സ്റ്റോക്കിന്റെ നമുക്കൊരു ബോട്ടം കാണാൻ സാധിക്കുന്നത്. ആ ഒരു ബോട്ടം നമുക്ക് നൽകിയ 933 രൂപയിലായിരുന്നു. ആൻഡ് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗിന്റെ ഹൈ നമ്മൾ നോക്കുമ്പോഴേക്ക് 1,238 രൂപയായിരുന്നു. ഇത്രയും വലിയൊരു നേട്ടത്തിന് ശേഷം നാച്ചുറലി ഒരു 2-3-10% ഒരു കറക്ഷൻ നടക്കുന്നത് ഇറ്റ്സ് വെരി നാച്ചുറൽ. ഞാൻ നേരത്തെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ആക്സിസ് ബാങ്ക്, കോട്ടക് ബാങ്ക്, HDFC ബാങ്ക് മുതലായ ബാങ്കിങ് ഓഹരികളിലൊക്കെ കറക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ നല്ല അവസരം ലഭിക്കും. ആക്സിസ് ബാങ്കിന്റെ സ്പെസിഫിക് കേസിൽ 1,100, 1,130 ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട്. പ്രദീപ് സർ, അതോടൊപ്പം തന്നെ L&T ടെക്നോളജി സർവീസസിനെ കുറിച്ച് കൂടി ചോദിക്കുകയാണ്. ഇന്ന് ഓൾമോസ്റ്റ് 5% കൂടുതലുള്ള ഒരു ഇടിവിലേക്ക് സ്റ്റോക്ക് പോയിരിക്കുന്നു. കമ്പനിയുടെ ക്വാർട്ടർലി നമ്പേഴ്സിന് ശേഷമുള്ള ഒരു പെർഫോമൻസ് ആയിട്ട് മാത്രമാണ് ഇതിനെ വിലയിരുത്താൻ സാധിക്കുക. ഈ ഒരു സ്റ്റോക്കിൽ സാറിന്റെ ഒരു വ്യൂ എങ്ങനെയാണ്? ഏതായിരുന്നു സ്റ്റോക്ക്? സർ, L&T ടെക്നോളജി സർവീസസ്. സോ L&T ടെക്നോളജി സർവീസസിന്റെ പ്രോബ്ലം ഞാൻ കാണുന്നത് മറ്റ് നിഫ്റ്റിയുടെ IT സ്റ്റോക്സിനോടൊപ്പം തന്നെ 2025 ആരംഭം മുതൽ തന്നെ വലിയൊരു സെൽ ഓഫ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. യെസ്, ഏതായാലും പ്രദീപ് സാറിലേക്ക് നമുക്ക് തിരിച്ചു വരാം. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 1% തന്നെ ആ ഒരു ഇടിവ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണ്. പക്ഷേ ഒരു ഘട്ടത്തിൽ 24,000 എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ലെവൽ കൈവിട്ടിരുന്നു. അവിടെ നിന്നും ഇപ്പോൾ 24,013 എന്നുള്ളൊരു നിലയിലേക്ക് 24,000 എന്നുള്ളൊരു ലെവൽ റീഗെയിൻ ചെയ്തിരിക്കുകയാണ്. പ്രദീപ് സാറിലേക്ക് തിരിച്ചു പോകാം. സാർ, L&T ടെക്നോളജി സർവീസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. സാറിന് തുടരാം. സോ L&T ടെക്നോളജി സർവീസസ് ജനുവരി തുടക്കത്തിൽ നമുക്ക് നൽകിയിരുന്ന ഒരു ഹൈ ലെവൽ 5,645 ആയിരുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡ് നോക്കുമ്പോഴേക്കും ഈ സ്റ്റോക്ക് 4,200 രൂപ വരെ കറക്റ്റ് ചെയ്തിരുന്നു. ഈ 4,200 നമുക്കൊരു ബോട്ടം എന്ന് പോലും നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി IT സ്റ്റോക്സിൽ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ വരുന്നുണ്ടെങ്കിൽ 4,200ന്റെ സപ്പോർട്ട് പോലും ബ്രേക്ക് ചെയ്യപ്പെടാം. സോ വി ഹാവ് ഗോട്ട് ടു ബി വെരി കെയർഫുൾ അറ്റ് ദിസ് മൊമെന്റ്. ഈ സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. സർ, അതോടൊപ്പം തന്നെ ഇപ്പോൾ അദാനി സ്റ്റോക്സിലേക്ക് വരുമ്പോൾ അദാനി എനർജി സൊല്യൂഷൻസ് 3.97% ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. അദാനി സ്റ്റോക്സ് എല്ലായ്പ്പോഴും പ്രേക്ഷകർ ഒരുപാട് പേര് കമന്റ് ചെയ്ത് ചോദിക്കാറുള്ള ഒരു സെഗ്മെന്റ് കൂടിയാണ്. ഇയർ ടു ടിൽ ഡേറ്റിൽ നോക്കുന്ന സമയത്ത് വളരെയധികം റെസിലിയന്റ് ആയിട്ടുള്ള ഒരു മുന്നേറ്റം, 15.78% നേട്ടം തന്നിട്ടുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് അദാനി എനർജി സൊല്യൂഷൻസ്. ഈ ഒരു കമ്പനിയെയും സ്റ്റോക്കിനെയും സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
സോ അഡാനി എനർജി സ്വൻസിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഇൻഫാക്ട് അഡാനി ഗ്രൂപ്പ്സിലെ ഏറ്റവും സ്ട്രെങ്ത് എങ്കിലും ഇന്നിപ്പോൾ നടക്കുന്ന ആ ഒരു കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിങ്ങിനെ തുടർന്ന് നമ്മൾ ട്രേഡിംഗ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അത് വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ഈ സ്റ്റോക്കിന് അദാനി എനർജി സൊല്യൂഷൻസിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അദാനി ഗ്രൂപ്പ് സ്റ്റോക്കുകളിൽ ഏറ്റവും അധികം വളർച്ചാ സാധ്യതയുള്ള ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്റ്റോക്കായിട്ടാണ് അദാനി എനർജി സൊല്യൂഷൻസിനെ പല ബ്രോക്കറേജുകളും വിലയിരുത്തുന്നത്. ഏതായാലും ഇന്ന് മാർക്കറ്റിലെ ഒരു ഇടിവിൽ ഈ ഒരു സ്റ്റോക്കുകളിലുടനീളം നമുക്ക് ഇടിവ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. സുരജ് സാർ, നമുക്ക് ഏതായാലും നമ്മുടെ ഈ ഒരു സെഗ്മെന്റ് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. മാർക്കറ്റ് ഇന്നത്തെ ഈ ഒരു സെഗ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം പ്രദീപ് സാറിന്റെ ഒരു എക്സ്പേർട്ട് വ്യൂ കൂടി നമുക്കുണ്ടായിരുന്നു. ഏതായാലും പ്രദീപ് സാർ വളരെയധികം നന്ദി ഈ ഒരു സെഷനിൽ ജോയിൻ ചെയ്തതിന്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഇടിവിന്റെ തോത് അല്പം കൂടുന്നു. ബാങ്ക് നിഫ്റ്റിയിലും ഇടിവ് തുടരുകയാണ്. ഏതായാലും ഞങ്ങൾ ഈ ഒരു എപ്പിസോഡിൽ ഉടനീളം സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങളുടെ തീരുമാനങ്ങൾ വളരെയധികം ശ്രദ്ധാപൂർവം സ്വീകരിക്കുക. ഇവിടെ സജസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ സംസാരിച്ച ഏതൊരു സ്റ്റോക്കും ഒരു റെക്കമെൻഡേഷനോ ഒരു അഡ്വൈസോ ഒന്നും തന്നെയല്ല, ഒരു ഇൻഫർമേഷൻ പർപ്പസ് മാത്രമാണ്. പല സ്റ്റോക്കുകളും നമ്മുടെ യൂട്യൂബ് വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റുകളിൽ പലതവണ ആവർത്തിച്ചു വന്നതുകൊണ്ട് മാത്രം നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും ഓപ്പണിംഗ് ആഴ്സിന്റെ ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഒരു ആഴ്ചയിലെ അവസാന ട്രേഡിംഗ് ആണ് ഇന്ന് നടക്കുന്നത്. ഇനി കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസുമായിട്ട് അടുത്ത മണിക്കൂറിൽ ഞങ്ങളുടെ റിസർച്ച് ഡെസ്കിൽ നിന്നും നിഖിൽ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. സ്റ്റേ ട്യൂൺഡ്.